Connecting audio. Right of finder of goods വരെ നോക്കിയത്. അപ്പൊ ബാക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ടും നോക്കാം. അപ്പൊ റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. Finder of goods has no right to sue the owner of compensation for trouble and expense voluntarily incurred by him to preserve the goods. അപ്പൊ ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അയാൾ വോളണ്ടറിലി അത് കണ്ടുപിടിച്ചതാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഓണറിന് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞ് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഒന്നും ഇല്ല. പക്ഷെ ഹി ഹാസ് എക്സസൈസ് സം പുള്ളിക്ക് കുറച്ച് എക്സ്പെൻസസ് ഇൻകർ ആയിട്ടുണ്ട് ആ ഗുഡ്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് കിട്ടുന്നിടം വരെ വേണമെങ്കിൽ റീറ്റെയിൻ ചെയ്യാം ഗുഡ്സ്. അല്ലാതെ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഒന്നും ഇല്ല. എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സിന് റീസണബിൾ കെയർ കൊടുക്കാൻ വേണ്ടി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസ് എന്തെങ്കിലും ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നിടം, അത് റിക്കവർ ചെയ്യുന്നിടം വരെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് where the owner has offered a specific reward for return of goods lost. അപ്പൊ ഒരു സ്പെസിഫിക് കണ്ടുപിടിച്ച് തരുന്ന ആൾക്ക് പാരിതോഷികം അങ്ങനെയല്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്യൂ ചെയ്യാം. അല്ലാത്ത പക്ഷം അയാൾ വോളണ്ടറിലി അത് കണ്ടുപിടിച്ചതായതുകൊണ്ട്, ലോസ്റ്റ് ഗുഡ്സ് ഫൈൻഡ് ചെയ്തതായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സ്പെസിഫിക് റിവാർഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓണർ എന്തെങ്കിലും സ്പെസിഫിക് റിവാർഡ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി മേ സ്യൂ ഫോർ സച്ച് റിവാർഡ് ആൻഡ് മേ റീറ്റെയിൻ ദി ഗുഡ്സ് അണ്ടിൽ ഹി റിസീവ്സ് ഇറ്റ്. അപ്പം ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന് ഓണറിനെ നോർമൽ കേസുകളിൽ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷെ ഇനി സ്പെസിഫിക് റിവാർഡ് വല്ല ഓണർ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നിടം വരെ വേണമെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യാം. അതിന് വേണ്ടി വേണമെങ്കിൽ സ്യൂ ചെയ്യാനും പറ്റും. If the owner cannot with the reasonable diligence be found, or if he refuses upon demand to pay the lawful charges of the finder may sell it. അതായത് പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ വിത്ത് റീസണബിൾ ഡെലിജൻസ് ഫൈൻഡറിന് ഓണറിനെ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അങ്ങനെ അതിനുവേണ്ടി പെരയാൻ നടന്നിട്ടില്ല. പക്ഷെ എന്തെങ്കിലും റീസണബിൾ ഡെലിജൻസ് വെച്ച് പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ഈ ഗുഡ്സ് പെരിഷബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, റീസണബിൾ ഡെലിജൻസ് എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഗുഡ്സ് സെല് ചെയ്യണം. കാരണം നശിച്ചു പോകുന്ന ഗുഡ്സ് ആണ്, എന്തെങ്കിലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പെരിഷബിൾ അല്ലേ. അപ്പൊ അങ്ങനത്തെ ഗുഡ്സ് എന്തെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് സെല് ചെയ്യാൻ വേണം. ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് തിങ് ഫൗണ്ട് എമൗണ്ട്സ് ടു 2/3 ഓഫ് ഇറ്റ്സ് വാല്യൂ. അപ്പൊ ഈ രണ്ട് കേസുകളിൽ ഗുഡ്സ് പെരിഷബിൾ ആണെങ്കിലോ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ 2/3 ഓഫ് ദ ഗുഡ്സിന്റെ വാല്യൂവിന്റെ 2/3 ആണെങ്കിലോ ഫൈൻഡറിന് ഈ ഗുഡ്സ് സെല് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല നോർമൽ കേസുകളിൽ. സ്പെസിഫിക് റിവാർഡ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും. ഇനി എക്സ്പെൻസ് എന്തെങ്കിലും ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യുന്നിടം വരെ കോമ്പൻസേഷന് വേണ്ടിയിട്ട് ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി സെല് ചെയ്യാനുള്ള റൈറ്റ് എപ്പോഴേക്കാ, ഗുഡ്സ് പെരിഷബിൾ ആണെങ്കിലോ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ, അത് പ്രിസർവ് ചെയ്യുന്ന ഇതിനുള്ള ചാർജസ് എന്ന് പറയുന്നത് 2/3 ഓഫ് ദ ഗുഡ്സ്, അതായത് സെല് ചെയ്യുന്നതാണ് ലാഭം. പിന്നെ റീറ്റെയിൻ ചെയ്ത് കോമ്പൻസേഷൻ ചോദിക്കുന്നതിനേക്കാളും സെല് ചെയ്യുന്നതാണ് ലാഭം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതാണ് റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഇനി ബെയിലി നമ്മൾ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. ആ സ്പെസിഫിക് പർപ്പസ് കഴിയുമ്പോഴത്തേക്ക് ഗുഡ്സ് തിരിച്ച് കൊടുക്കുകയും വേണം. ഇനി ബെയിലി ഹാസ് rendered any service involving exercise of labor and skill in respect of goods bail, the right to retain such goods until he receives remuneration for the services he has rendered in respect of them. അതായത് ബെയിലി ഗുഡ്സ് ആ ബെയിൽമെന്റ് പ്രോസസ്സിൽ ആ പർപ്പസ് ഓഫ് ബെയിൽമെന്റ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഗുഡ്സ് എടുത്തത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ബെയിലിയുടെ ഭാഗത്തു നിന്ന് ഇൻകർ ആയിട്ടുണ്ടെങ്കിൽ, ചിലപ്പം വാല്യൂ അഡീഷൻ ആവാം, അല്ലെങ്കിൽ ലേബറിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടാവാം, എന്തെങ്കിലും സ്കില്ല് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യം കൊണ്ട് തന്നെ എന്ത് പറ്റി, കുറച്ച് ഈ ബെയിലിക്ക് കുറച്ച് എക്സ്പെൻസ് ഇൻകർ ആയിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റും കൂടെ ഉണ്ട് ബെയിലിക്ക്, ഈ റെമ്യൂണറേഷൻ കിട്ടുന്നിടം വരെ. സർവീസസ് ഹി ഹാസ് റെന്റഡ്. അപ്പൊ എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകർ ആയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നിടം വരെ ബെയിലിക്ക് ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, എ ഡെലിവേഴ്സ് എ റഫ് ഡയമണ്ട് ടു ബി, എ ജുവലർ ടു ബി കട്ട് ആൻഡ് പോളിഷ്ഡ്. അപ്പൊ പോളിഷിംഗ് വേണ്ടി ഒരു ഡയമണ്ട് കൊടുത്തു. അപ്പം ആ പോളിഷിംഗ് എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്പെസിഫിക് പർപ്പസ്. അപ്പൊ പോളിഷിംഗ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ വേണം.
അപ്പോൾ അവിടെ ഒരു വാല്യൂ അഡീഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പേർപ്പസ്, ഒരു സ്കിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ബി ഈസ് എൻറ്റൈറ്റിൽ ടു റീറ്റെയിൻ ദ സ്റ്റോൺ ടിൽ ഹി ഈസ് പെയ്ഡ് ഫോർ ദ സർവീസസ് ഹി ഹാസ് റെന്റഡ്. അപ്പൊ ബി ഇൻകർ ചെയ്ത ആ സ്കില്ലിന് വേണ്ടിയിട്ട് എന്തൊക്കെ സർവീസസ് ആണോ ബി റെന്റർ ചെയ്തത് അതിനുള്ള ഒരു റെമ്യൂണറേഷൻ കിട്ടുന്നിടം വരെ ആ ഡയമണ്ട് തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള റൈറ്റ് ബിക്ക് ഉണ്ട്. But when the bailey has rendered any service or he has a right to retain such until he receives the remuneration of the services he has rendered. റൈറ്റ് ടു ലീൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എക്സസൈസ് സ്കിൽ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേബർ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യുന്നത് അതിനുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നിടം വരെ ബെയിലിക്ക് റൈറ്റ് ടു ലീൻ എക്സസൈസ് ചെയ്യാം. ഇനി ഇപ്പൊ ബെയിൽമെന്റ് കഴിഞ്ഞു, ഇനി അടുത്തത് പ്ലെഡ്ജ് എന്താന്നുള്ളത്. പ്ലെഡ്ജും എ കൈൻഡ് ഓഫ് ബെയിൽമെന്റ് തന്നെ അല്ലെ. അപ്പം ദ ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് ഡെറ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഇസ് കോൾഡ് പ്ലെഡ്ജ്. അതായത് ഇപ്പം എന്തെങ്കിലും ഡെറ്റ് ഉണ്ട്, അപ്പൊ എന്തെങ്കിലും ജാമ്യം കൊടുക്കുക അങ്ങനത്തെ, ഇപ്പം ബാങ്കിലൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ജാമ്യമായിട്ട് നമ്മുടെ എന്തെങ്കിലും പ്ലെഡ്ജ് ചെയ്യുമ്പോഴാണ്, സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുമ്പോഴാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. Payment of goods as security for payment of debt or performance of a promise is called pledge. അപ്പൊ പോണർ എന്ന് പറയുന്നത് ബെയിലർ തന്നെ, പോണി എന്ന് പറയുന്നത് ബെയിലി. ആരാണോ ബെയിൽമെന്റിന് കൊടുക്കുന്നത് അത് പോണറും, ഇനി ആർക്കാണോ കൊടുക്കുന്നത് അത് പോണിയും. അപ്പം ബാങ്കിന്റെ കേസിൽ പോണിയായിട്ട് ബാങ്ക് വരും. അപ്പൊ പോണർ പോണി റിലേഷൻഷിപ്പിലും ബെയിൽമെന്റ് തന്നെയാണ് അപ്ലൈ ആവുന്നത്. പ്ലെഡ്ജ് ഇസ് എ ബെയിൽമെന്റ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ബൈ വേ ഓഫ് സെക്യൂരിറ്റി. മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും അത് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ പേയ്മെന്റ് ഓഫ് ഡെറ്റിനോ പെർഫോമൻസ് ഓഫ് പ്രോമിസിനും ആ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടുത്തെ സ്പെസിഫിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ അതാണ് പേയ്മെന്റ് ഓഫ് ഡെറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് പ്രോമിസ്. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് പ്ലെഡ്ജ്. ഇനിയും വന്നിട്ട് ഇനി പോണിക്ക് എന്തൊക്കെയുണ്ട് റൈറ്റ്സ്. A pawnee may retain the goods pledged not only for payment of debt or performance of promise, but for interest of debt and all necessary expenses incurred by him in respect of possession or preservation of goods pledged. അതായത് ആ പെർഫോമൻസ് ഓഫ് ഡെറ്റ്, പെർഫോമൻസ് ഓഫ് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് പ്രോമിസ് നടക്കുന്നിടം വരെ, അല്ലെങ്കിൽ ആ പേയ്മെന്റ് ഓഫ് ഡെറ്റ്, ആ കടം കൊടുക്കുന്നിടം വരെ, കടം കൊടുത്തു തീർക്കുന്നിടം വരെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള, ആ സെക്യൂരിറ്റി റീറ്റെയിൻ ചെയ്യാനുള്ള അധികാരമുണ്ട് പോണിക്ക്. എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ആയിട്ടുണ്ടെങ്കിൽ അതും റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഡെറ്റിന്റെ ഇൻട്രസ്റ്റ് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് പോണിക്കുണ്ട്. അപ്പം പേയ്മെന്റ് ഓഫ് ഡെറ്റ് വരെ, ഡെറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് ഒബ്ലിഗേഷൻ, പ്രോമിസ്, പിന്നെ ഇൻട്രസ്റ്റ് ഓഫ് ഡെറ്റ് റിക്കവർ ചെയ്യാനുള്ള, അത് എല്ലാം റിക്കവർ ചെയ്യുന്നിടം വരെ ഈ ഗുഡ്സിന് മേലെ ലീൻ എക്സസൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് പോണിക്കുണ്ട്. Pawnee is entitled to receive from the pawnee extraordinary expenses incurred by him for preservation of goods. എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ആ ഡെറ്റിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ, അക്രൂ ആയിട്ടുണ്ടെങ്കിൽ അതും റിക്കവർ ചെയ്യുന്നിടം വരെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് പോണിക്കുണ്ട്. ഇനി വന്നിട്ട് ഏജൻസി എന്താന്നുള്ളത്. Okay. Agency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ agent is a person employed to do any act for another or to represent another dealing with a third person. ഒരു പ്രിൻസിപ്പിൾ കാണും, ആ പ്രിൻസിപ്പിളിനെ റെപ്രസെന്റ് ചെയ്യാൻ, പ്രിൻസിപ്പിളിന്റെ ഡയറക്ഷൻസ് അനുസരിച്ച് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പിൾ എംപ്ലോയ് ചെയ്യുന്ന ഒരാളാണ് ഏജന്റ്. ഏജന്റ് ഇസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ. അപ്പൊ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണോ കിട്ടുന്ന ഡയറക്ഷൻ, എന്താണോ കിട്ടിയ ഓതറൈസേഷൻ, അതനുസരിച്ച് മറ്റേ ആളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഏജന്റ്. പ്രിൻസിപ്പിൾ ഓഫ് വൺ, the person for whom such act is done. ആർക്ക് വേണ്ടിയാണോ ആക്ട് നടക്കുന്നത്, ആരാണോ വേറൊരാളെ ഓതറൈസ് ചെയ്തത്, വേറൊരാളെ എംപ്ലോയ് ചെയ്തത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആളെയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി പേഴ്സൺ മേ ബിക്കം ഏജന്റ് ഇഫ് ഈസ്, ആരെയൊക്കെ ഏജന്റ് ആയിട്ട് നമ്മൾ ഒരാളെ എംപ്ലോയ് ചെയ്യണമെങ്കിൽ ആ ആൾക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവണം. മൈനറിനെ നമുക്ക് ഏജന്റ് ആക്കാൻ പറ്റില്ല. പിന്നെ ഹി ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്,
അൺസൗണ്ട് മൈൻഡിലുള്ള ആളെ ഏജന്റ് ആക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹി ഷുഡ് ബി ഓഫ് സൗണ്ട് മൈൻഡ്. നോ കൺസിഡറേഷൻ ഈസ് നെസസറി ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഏജന്റ്. അപ്പൊ കൺസിഡറേഷൻ ഇല്ലാത്ത കേസുകളിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഏജൻസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതൊരു കോൺട്രാക്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ കൺസിഡറേഷൻ നെസസറി അല്ല. പിന്നെ അതോറിറ്റി ഓഫ് ഏജന്റ് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. അതായത് മേ ബി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആ സാഹചര്യം ആ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് നോർമൽ കോഴ്സിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ഇംപ്ലൈഡ് ആയിട്ടും വേണമെങ്കിൽ ആവാം. ചിലപ്പോൾ നോർമലി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇംപ്ലൈഡ് ആയിട്ട് ഇതൊക്കെ ആയിരിക്കാം താൻ ചെയ്യേണ്ടതെന്നുള്ളതും ഏജന്റിന്റെ കേസിൽ അങ്ങനെ ആവാം. അപ്പം ഏജന്റ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ എംപ്ലോയ് ചെയ്യുന്നതാണ് എന്തിനു വേണ്ടി? ടു ഡു എനി ആക്ട് ഫോർ എനി അനദർ ഓർ ടു റെപ്രസെന്റ് അനദർ ഇൻ ഡീലിംഗ് വിത്ത് തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇടയിൽ നിൽക്കുന്ന ആള് ആരാണോ എംപ്ലോയ് ചെയ്യുന്ന ഈസ് കോൾഡ് പ്രിൻസിപ്പൽ. ഇനി ഏജന്റ് ആയിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്യാൻ പോകുന്ന ആള് മൈനർ ആവാൻ പാടില്ല. ഹി ഷുഡ് ബി സൗണ്ട് മൈൻഡ് ആൻഡ് നോ കൺസിഡറേഷൻ ഈസ് നെസസറി ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഏജന്റ്. അതുപോലെ തന്നെ ഏജന്റിന്റെ അതോറിറ്റി ചിലപ്പോൾ എക്സ്പ്രസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ സർക്കംസ്റ്റാൻസസ് ആ സർക്കംസ്റ്റാൻസിൽ എങ്ങനെയാണോ ആക്ട് ചെയ്യേണ്ടത് അതിനൊരു ഇംപ്ലൈഡ് ആയിട്ടും ആയിരിക്കാം. ഇവിടെ ഏജൻസിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എ ഓൺസ് എ ഷോപ്പ് ഇൻ സെറാംപൂർ ഹിംസെൽഫ് ലിവിംഗ് ഇൻ കൽക്കട്ട. അപ്പം പ്രിൻസിപ്പൽ കൽക്കട്ടയിലാണ്. ഹി വിസിറ്റ്സ് എ ഷോപ്പ് ഒക്കേഷണലി. ദ ഷോപ്പ് ഈസ് മാനേജ് ബൈ ബി എന്ന് പറയുമ്പോൾ ബി ആണ് ഇവിടുത്തെ ഏജന്റ് ആൻഡ് ഹി ഓർഡറിംഗ് ഫ്രം സി ഇൻ ദ ഫോർ പർപ്പസ് ഓഫ് ദി ഷോപ്പ്. അപ്പം സിയുടെ ഗുഡ്സ് ഫ്രം സി എന്ന് പറയുന്ന ക്രെഡിറ്റ് നെയിം ഓഫ് പ്രിൻസിപ്പലിന്റെ പേരിലാണ് ഗുഡ്സ് ഓർഡർ ചെയ്യുന്നത്. ക്രെഡിറ്റിലാണ് he is in the habit of ordering goods from C in the name of A for purpose of the shop and paying them out of A's funds with A's knowledge. എയുടെ ഫണ്ടാണ് ഉപയോഗിക്കുന്നത്. എക്ക് ഓതറൈസേഷൻ കൊടുത്തിട്ടും ഉണ്ട്, പ്രിൻസിപ്പൽ ഓതറൈസ്ഡും കൂടെ ആണ്. എക്ക് എല്ലാം അറിയാം, പ്രിൻസിപ്പൽ ഓൾറെഡി അറിയാം ഇങ്ങനൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. B has implied authority from A to order goods from C in the name of A for purposes of shop. അപ്പൊ അവിടെ ഇംപ്ലൈഡ് അതോറിറ്റി ഉണ്ട്. യൂഷ്വലി ഇങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് എല്ലാ തവണയും അതിനൊരു അപ്രൂവലിന്റെ ആവശ്യമില്ല. അത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഏസ് നോളേജോട് കൂടി നടക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് അവിടെ ഒരു ഇംപ്ലൈഡ് അതോറിറ്റി ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കേസുകൾ അപ്പം എന്താ പറഞ്ഞ അതോറിറ്റി ഓഫ് ഏജന്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഇനി നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി, അതും കൂടെ ഓർത്തിരിക്കണം. ഇനി ഏജന്റ് എന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ചോദിക്കാനുണ്ടെങ്കിലോ എല്ലാം ചാറ്റിൽ പറയണേ. എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ററാക്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിലോ ഒക്കെ. ഓക്കെ. ഇനി ഏജന്റ്സ് അതോറിറ്റി ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി. Agent has to do all such acts for the purpose of protecting his principal from laws as would be done by a person of ordinary prudence in his own case under similar circumstances. അതായത് ഇൻ കേസ് ഓഫ് എമർജൻസി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇനി റൈറ്റ് പ്രത്യേകിച്ച് ഓതറൈസ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം പ്രത്യേകിച്ച് പെട്ടെന്ന് വല്ലതും വന്നു, ഒരു എമർജൻസി സിറ്റുവേഷൻ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക ഫോർ പ്രൊട്ടക്ടിങ് ഹിസ് പ്രിൻസിപ്പൽ ഫ്രം ലോസ്, ഒരു ഓർഡിനറി പ്രുഡൻസ് ഉള്ള ആള് നോർമൽ കോഴ്സിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യണം. അല്ലാതെ ആ സമയത്ത് അപ്രൂവൽ ഇല്ല അല്ലെങ്കിൽ ഓതറൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയാണോ ഒരു മാൻ ഓഫ് ഓർഡിനറി പ്രുഡൻസ് ചെയ്യുക ഇൻ ഹിസ് ഓൺ കേസ്, സ്വന്തം കേസിൽ എന്തൊക്കെയാണോ ചെയ്യാൻ സാധ്യത അതെല്ലാം ചെയ്യാൻ ഉള്ള അധികാരം ഉണ്ട് ഫോർ പ്രൊട്ടക്ടിങ് ഹിസ് പ്രിൻസിപ്പൽ ഫ്രം ലോസ് under similar circumstances. Okay. But agent for sale may have goods repaired if it is necessary. ഇനി അങ്ങനത്തെ കേസുകളിലൊക്കെ എന്തെങ്കിലും റിപ്പയർ ഒക്കെ ആവശ്യമാണെങ്കിൽ അതിനൊക്കെ പ്രത്യേകിച്ച് ഓതറൈസേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മാൻ ഓഫ് ഓർഡിനറി പ്രുഡൻസ് എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത്, മാൻ ഓഫ് ഓർഡിനറി പ്രുഡൻസ് ഹിസ് ഓൺ കേസിൽ സ്വന്തം കാര്യത്തിൽ എങ്ങനെയാണോ ആക്ട് ചെയ്യാൻ സാധ്യത അപ്പൊ അങ്ങനെയൊക്കെ ആക്ട് ചെയ്യാനുള്ള ഒരു ഇംപ്ലൈഡ് അതോറിറ്റിയും ഏജന്റിന് ഉണ്ട്. ഇനി സബ് ഏജന്റ് എന്ന് പറഞ്ഞാലോ, ഈ ഏജന്റ് തന്നെ വേറൊരാളെ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ അതിനെ സബ് ഏജന്റ് എന്ന് പറയും. വേറൊരാളെ കൂടെ എന്തെങ്കിലും ഹെൽപ്പിനോ എന്തെങ്കിലും കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഏജന്റ് തന്നെ വേറൊരാളെ കൂടെ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ഈസ് കോൾഡ് സബ് ഏജന്റ്. ഏജന്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? An agent is bound to exercise the same amount of discretion as a man of ordinary prudence would exercise in his own case, and if he does this, he is not responsible to be for any acts or negligence of agents or elected. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ചില ഡിസിഷൻസ് ചിലപ്പോൾ റോങ് ആയി പോയാലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റിയാൽ തന്നെ
എന്ത് ചെയ്യാം, മാൻ ഓഫ് ഓർഡിനറി പ്രുഡൻസ് ഇൻ ഹിസ് ഓൺ കേസ് അങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്. ഒരു നോർമൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഓർഡിനറി പ്രുഡൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏജന്റിനെ നമുക്ക് ലയബിൾ ആക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം മീൻസ് വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഏജന്റ് ലയബിൾ ആവും. അല്ലാതെ if he has exercised എന്താ പറയാ reasonable care and how a man of ordinary prudence would have acted in his own case, then he is not responsible for principal for acts of negligence. എന്തെങ്കിലുമൊക്കെ ഓർഡർ കൊടുത്തിട്ട് കിട്ടിയ ഗുഡ്സ് എല്ലാം ഡിഫക്റ്റീവ് ആയിരുന്നു, അപ്പം ഏജന്റിന് മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലല്ലോ. അപ്പൊ അങ്ങനത്തെയൊക്കെ കേസുകളിൽ ഇഫ് ഹി ഹാസ് എക്സസൈസ് റീസണബിൾ ഡെലിജൻസ് അങ്ങനെയാണെങ്കിൽ ഏജന്റിനെ നമുക്ക് ലയബിൾ ആക്കാൻ പറ്റില്ല. ഈ അഡ്വാൻറ്റേജിന് വേണ്ടി ഒന്നും അല്ല ചെയ്തെങ്കിൽ ഏജന്റ് ലയബിൾ ആവില്ല. ഇനിയും വന്നിട്ട് അതാണ് ഏജന്റിന്റെ ഡ്യൂട്ടി. എപ്പോഴും മാൻ ഓഫ് ഓർഡിനറി പ്രുഡൻസ് എങ്ങനെയാണോ ഈ കേസിൽ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെ എല്ലാം ചെയ്യാനുള്ള ഡ്യൂട്ടി ഏജന്റിന് ഉണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഈ പോർഷൻസ് ഒക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, വലിയ കാര്യമായിട്ട് എല്ലാം വായിച്ചു നോക്കണം. നമുക്കിപ്പം റിവിഷൻ ആയതുകൊണ്ട് എല്ലാം ഒന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട്, അല്ലാതെ എല്ലാം വായിച്ചു നോക്കേണ്ടതന്നെയാണ് കേട്ടോ. ഇനി ടെർമിനേഷൻ ഓഫ് ഏജൻസ്. ഈ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ആവും. agency may be terminated by principal by revoking his authority. ഒന്നെങ്കിൽ പ്രിൻസിപ്പലിന് തന്നെ ആ ഏജൻസി, പ്രിൻസിപ്പൽ ആണല്ലോ ഏജൻസി ക്രിയേറ്റ് ചെയ്തത്, പുള്ളിക്ക് തന്നെ പുള്ളിയുടെ അതോറിറ്റി റിവോക്ക് ചെയ്യാം, ആ ഏജൻസിക്ക് ഒരു കൺക്ലൂഷൻ കൊണ്ടുവരാം, ഒരു ടെർമിനേഷൻ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഏജന്റിന് റിനൗൺസ് ചെയ്യാം. റിനൗൺസ് ഇൻ ദ ബിസിനസ് ഓഫ് ഏജൻസി. ഏജന്റിന് താല്പര്യം ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഒരു എൻഡ് കൊണ്ടുവരാം. ഒന്നുകിൽ പ്രിൻസിപ്പലിന് കൊണ്ടുവരാം, ഏജന്റിന് കൊണ്ടുവരാം. ബൈ ബിസിനസ് ഓഫ് ഏജൻസി ബീങ് കംപ്ലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടിയാണെങ്കിലോ ഈ ഏജന്റിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്ക്, ആ സ്പെസിഫിക് പേർപ്പസ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഏജൻസി ടെർമിനേറ്റ് ആവും. ഇനി ബൈ ഏജന്റ് ചിലപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫോറിൻ കമ്പനിയൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ചിലപ്പോൾ ലൈസൺ ഓഫീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. എന്തിനു വേണ്ടി? ഇവിടുത്തെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് എന്തൊക്കെയാണ്, അവരുടെ വാൺസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ലൈസൺ ഓഫീസ് കുറച്ച് നാളത്തേക്ക് മാത്രം ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കേസിൽ അപ്പം അവർക്കെല്ലാം മനസ്സിലായി അവർ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓഫീസ് സെറ്റപ്പ് ചെയ്തത്, അത് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതില്ല, ആ ഏജൻസി പിന്നെ ടെർമിനേറ്റ് ആണ്. അങ്ങനത്തെ കേസുകൾ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഏജന്റിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർപ്പസ് കഴിയുമ്പോഴത്തേക്ക് ഏജൻസി ടെർമിനേറ്റ് ആവും. ബൈ either the principal or agent die, ആരെങ്കിലും ഒരാള് മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് അസുഖം വരെ, ലുനാറ്റിക്, അതുപോലെ തന്നെ നോർമൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത, കോൺഷ്യസ്നെസ് ഉള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലാവുകയാണെങ്കിൽ അപ്പോഴും ടെർമിനേഷൻ ഓഫ് ഏജൻസി. ബൈ പ്രിൻസിപ്പൽ ബീങ് അഡ്ജുഡിക്കേറ്റഡ് ആൻഡ് ഇൻസോൾവെന്റ്. പ്രിൻസിപ്പൽ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയും ഏജൻസിക്ക് ടെർമിനേഷൻ വരും. ഒന്നുകിൽ പ്രിൻസിപ്പൽ റിവോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഏജന്റ് റിനൗൺസ് ചെയ്യും. അതും അല്ലെങ്കിൽ ബിസിനസ് ഓഫ് ഏജൻസി കംപ്ലീറ്റ് ആയി, പ്രിൻസിപ്പലോ ഏജന്റോ മരിച്ചുപോയോ ഓർ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആയി, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇൻസോൾവെന്റ് ആയി. അപ്പൊ ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഏജൻസിക്ക് ഒരു ടെർമിനേഷൻ, ഏജൻസി അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ ഒരു ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ഏജന്റിന്റെ ഡ്യൂട്ടി നമ്മൾ മേളിലും പറഞ്ഞായിരുന്നു, മാൻ ഓഫ് ഓർഡിനറി പ്രിൻസ് ആക്ട് ചെയ്യുന്ന പോലെ തന്നെ ആക്ട് ചെയ്യണം. അതുപോലെ തന്നെ ടു കണ്ടക്ട് ദ ബിസിനസ് ഓഫ് പ്രിൻസിപ്പൽ അക്കോർഡിംഗ് ടു ഡയറക്ഷൻസ് ഗിവൺ ബൈ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് ആക്ട് ചെയ്യണം. എന്തൊക്കെയാണോ കിട്ടിയ ഡയറക്ഷൻസ് അതനുസരിച്ച് ആക്ട് ചെയ്യണം. ദ ആബ്സെൻസ് ഓഫ് എനി ഡയറക്ഷൻ അക്കോർഡിംഗ് ടു ദ കസ്റ്റം വിച്ച് പ്രിവെയിൽസ് ഇൻ ഡൂയിങ് ബിസിനസ്. എന്തൊക്കെയാണ് നോർമൽ കോഴ്സ്, അങ്ങനെ എന്താണോ നമ്മുടെ കസ്റ്റം എന്താണോ ആ രീതിയിൽ, പ്രത്യേകിച്ച് ഡയറക്ഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്താണോ നോർമലി ആ ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാം. When the agent acts otherwise and if any loss is sustained, he must make it good to the principal, and if any profit accrues, he must account for it. ഡയറക്ഷൻസ് ഇപ്പൊ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രിൻസിപ്പൽ ഡയറക്ഷൻസ് അനുസരിച്ചല്ല ഏജന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ, എന്നിട്ട് എന്തെങ്കിലും ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലോസ് എല്ലാം ഏജന്റ് ബിയർ ചെയ്യേണ്ടി വരും. ഇനി എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായാലോ, പ്രോഫിറ്റ് എന്തെങ്കിലും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പലിന് കൊടുക്കേണ്ടി വരും. അപ്പം പ്രിൻസിപ്പലിന്റെ ഡയറക്ഷൻസ് എന്തൊക്കെയാണോ അതനുസരിച്ച് വേണം ഏജന്റ് ആക്ട് ചെയ്യാൻ. എന്തെങ്കിലും ഡയറക്ഷൻസ് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ
ഓർഡിനറി ബിസിനസ് ചെയ്യാൻ എന്തൊക്കെയാണോ വേണ്ടത്, എന്താണോ അവർക്ക് യൂഷ്വൽ കസ്റ്റം എന്താണോ അതനുസരിച്ച് ആക്ട് ചെയ്യണം. ഇനി ഏജന്റ് പ്രിൻസിപ്പലിന്റെ ഡയറക്ഷൻസ് അനുസരിച്ച് അല്ല ആക്ട് ചെയ്യുന്നെങ്കിലോ, എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ he must make good loss to his principal and any profit accrues he must account for the, അതായത് തിരിച്ചു കൊടുക്കാൻ പ്രോഫിറ്റ് എന്തെങ്കിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ he must account for the profit to the principal. ഇപ്പൊ കസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബി എ ബ്രോക്കർ ഇൻ ഹൂസ് ബിസിനസ് ഇറ്റ് ഇസ് നോട്ട് ദ കസ്റ്റം ടു സെൽ ഓൺ ക്രെഡിറ്റ്. യൂഷ്വലി അവിടെ ക്രെഡിറ്റ് സെയിൽസ് ഒന്നുമില്ല, കടം കൊടുക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം ക്യാഷ് സെയിൽസ് ആണ്. സെയിൽസ് അപ്പൊ കസ്റ്റം ക്യാഷ് സെയിൽസ് ആണ്. പക്ഷെ ഈ ബ്രോക്കർ എന്ത് ചെയ്തു, ക്രെഡിറ്റ് സെയിൽസിന് കൊടുത്തു. ആർക്ക്? ടു സെൽ ഗുഡ്സ് ഓഫ് എ ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ, ഓൺ ക്രെഡിറ്റ് ടു സിക്ക് ക്രെഡിറ്റ് സെയിൽസ് നടത്തി. ഹൂസ് ക്രെഡിറ്റ് അറ്റ് ദ ടൈം വാസ് വെരി ഹൈ. സി ബിഫോർ പേയ്മെന്റ് ബിക്കംസ് ഇൻസോൾവെന്റ്. നമ്മൾ ആർക്കാണോ കടം കൊടുത്തത് ആൾ ഇൻസോൾവെന്റ്, അപ്പൊ നമുക്ക് അത് തിരിച്ചു വരാം, ബാഡ് ഡെറ്റ് ആയി അത് തിരിച്ച് റിക്കവർ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ എത്രയാണോ നഷ്ടം വന്നത് ആ ഏജന്റ് പ്രിൻസിപ്പലായ എക്ക് ആ ലോസ് എത്രയാണോ നഷ്ടം വന്നത് അത് കൊടുക്കേണ്ടി വരും. കാരണം ഡയറക്ഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അത് കസ്റ്റം ഓഫ് ബിസിനസ് ക്രെഡിറ്റ് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു. അവർക്ക് ക്യാഷ് സെയിൽസ് മാത്രം യൂഷ്വലി കൊടുത്തോണ്ടിരുന്ന ആള് ബി സ്വന്തം ഇഷ്ടപ്രകാരം ക്രെഡിറ്റ് സെയിൽസ് നടത്തി, എന്നിട്ട് ആള് ഇൻസോൾവെന്റ് ആയി പോയെങ്കിൽ എത്രയാണോ നഷ്ടം വന്നത് അത് പ്രിൻസിപ്പലിന് ഈ ഏജന്റ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അതാണ് ഏജന്റ്. ഇനി പ്രിൻസിപ്പലിന് എന്തൊക്കെയാണ് റൈറ്റ് ഉള്ളത്? If an agent deals on his own account of business of agency without first obtaining the consent of principal, agent principal directions against ആയിട്ട് ആക്ട് ചെയ്തു, കൺസെന്റ് ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടാതെ, the principal may repudiate the transaction if the case shows either the material fact has been dishonestly concealed from him or the dealings of agent has been disadvantageous to him. ഇവിടെ ഏജന്റ് ഡയറക്ഷൻസ് ഇല്ലാതെ കൺസെന്റ് ഇല്ലാതെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജന്റ് പ്രിൻസിപ്പലിന് ആ ട്രാൻസാക്ഷൻ റെപ്യൂഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യാം, ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെ കേസുകളിൽ? ഇഫ് എനി മെറ്റീരിയൽ ഫാക്ട് ഹാസ് ബിൻ ഡിസോണസ്റ്റ്ലി കൺസീൽ, മനഃപൂർവ്വം ഏജന്റ് എന്തൊക്കെയോ മെറ്റീരിയൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് ഉള്ളത്, ഡിസിഷൻ മേക്കിംഗ് ആ ഒരു ചെറിയ എമൗണ്ട് അല്ല, അത്യാവശ്യം വലിയ എമൗണ്ട് തന്നെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ, എന്നിട്ട് ആ ഡിസോണസ്റ്റ്ലി അത് കൺസീൽ ചെയ്യുകയോ, അല്ലെങ്കിൽ ഡീലിംഗ്സ് ഓഫ് ഏജന്റ് ഹാസ് ബീൻ ഡിസ്അഡ്വാൻറ്റേജസ് ടു ദ പ്രിൻസിപ്പൽ, എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തതെങ്കിലോ ഈ പ്രിൻസിപ്പലിന് ഈ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാൻ തന്നെ പറ്റും. അതാണ് റൈറ്റ് ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പം താനല്ല ഈ ട്രാൻസാക്ഷൻ ചെയ്തത്, ഏജന്റ് ആണ്, ഇത് നമ്മൾ ഈ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാന്ന് ഏതാണോ പാർട്ടി ആളോട് പറയാൻ പറ്റും. അപ്പം if the agent acts on his own account and without obtaining consent of the principal അല്ലെങ്കിൽ approval of principal, the agent may cancel the transaction if he comes to know that any material fact has been dishonestly concealed, അല്ലെങ്കിൽ dealings of agent has been disadvantageous, harmful ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രിൻസിപ്പലിന് എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ഏജന്റ് എൻഗേജ് ചെയ്യുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് പ്രിൻസിപ്പലിനുണ്ട്. അതാണ് റൈറ്റ് ഓഫ് പ്രിൻസിപ്പൽ. ഇനി മിസ്കണ്ടക്ട് ഓഫ് ഏജന്റ്. ഇനി ഏജന്റ് ഹു ഈസ് guilty of misconduct in the business of agency is not entitled to any remuneration in respect of that part of business. എന്തെങ്കിലും മിസ്കണ്ടക്ട് ആണ്, എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ആണെങ്കിലോ, ഈ പറഞ്ഞ പോലെ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസോണസ്റ്റ്ലി കൺസീൽ ചെയ്യുക, അല്ലെങ്കിൽ സംതിങ് വിച്ച് ഇസ് ഡിസ്അഡ്വാൻറ്റേജസ് ടു ദ പ്രിൻസിപ്പൽ ആണ് ഈ ഏജന്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ മിസ്കണ്ടക്ട് ഓഫ് ഏജന്റ് ആയല്ലോ, അപ്പൊ റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഏജന്റിന് ഇല്ല. ഏജന്റിന് എത്രയാണോ പറഞ്ഞു വെച്ചിരിക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ അത് കിട്ടില്ല. ഏജന്റിന് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതായത് പ്രിൻസിപ്പലിന്റെ ഗുഡ്സിന് മുകളിൽ ലീൻ എക്സസൈസ് ചെയ്യാം, അതിനെ retain ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. In the absence of any contract to contrary, an agent is entitled to retain the goods, papers, and other property, whether movable or immovable, of the principal until the amount due to himself for commission, disbursement, or services in respect of same has been paid or accounted to him. അതായത് ഈ പ്രിൻസിപ്പൾ റെമ്യൂണറേഷൻ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നും റീപേ ചെയ്യുന്നില്ല, അങ്ങനത്തെയൊക്കെ കേസുകളിൽ ഈ ഏജന്റിന്
റൈറ്റ് ടു ലീൻ ഉണ്ട്. പ്രിൻസിപ്പലിന്റെ ഗുഡ്സും പേപ്പേഴ്സും അല്ലെങ്കിൽ പ്രോപ്പർട്ടി, മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒക്കെ റീറ്റെയിൻ ചെയ്യാനോ അത് കിട്ടുന്നിടം വരെ, അത് റിക്കവർ ചെയ്യുന്നിടം വരെ അതൊക്കെ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഇപ്പൊ ഏജന്റിനും ഉണ്ട് റൈറ്റ് ടു ലീൻ, ബെയിലിക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിനും റൈറ്റ് ടു ലീൻ ഉണ്ടായിരുന്നു. അപ്പം ഏതൊക്കെ കേസെല്ലാം റൈറ്റ് ടു ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചു വെക്കണം. Non-liability of principal to agent. Where one person employs another to do an act which is criminal. ഇപ്പം ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. ഒരു പ്രിൻസിപ്പൾ ഒരു ഏജന്റിനെ എംപ്ലോയ് ചെയ്യണം, കൊട്ടേഷൻ പോലെ. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയർ ഈസ് നോട്ട് ലയബിൾ ടു ഏജന്റ്. നോക്കുകയാണെങ്കിൽ എ എംപ്ലോയീസ് ബി ടു ബി സി. ക്രിമിനൽ ആക്ടിവിറ്റി ആണ്, ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ്. അഗ്രീസ് ടു ഇൻഡെംനിഫൈ ഹിം അഗെയിൻസ്റ്റ് ഓൾ കോൺസിക്വൻസസ് ഓഫ് ദ ആക്ട്. എന്നാലും പ്രിൻസിപ്പൾ പറയാം എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. B thereupon beats C and has to pay damages to C for doing so. അപ്പം അടിക്കുകയും ചെയ്തു, ഇപ്പം എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട അതും എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട്, ഡാമേജും കൊടുക്കേണ്ടി വന്നു. ഇനി A is not liable to indemnify B for those act. പിന്നെ B അങ്ങ് കൈ ഒഴിയുക, ബി അല്ല എ കൈ ഒഴിയുക. കാരണം ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല എന്നുള്ളതാ. അതിന് നമ്മൾ അത് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും റെമ്യൂണറേഷൻ ചോദിക്കുകയാണെങ്കിലോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ പ്രിൻസിപ്പൽ അത് ചെയ്യണം എന്നില്ല. പിന്നെ ഇപ്പൊ കേസ് കൊടുക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ഏജന്റിന് തന്നെ ആയിരിക്കും ലയബിളും. ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടി എംപ്ലോയ് ചെയ്യുന്നതാണെങ്കിൽ ആ പ്രിൻസിപ്പൽ ലയബിൾ ആവില്ല. അതിന് ക്യാഷ് ഒന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളത്. ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ Contracts entered into through an agent may be enforced in the same manner and will have the same legal consequences. അപ്പൊ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് ചെയ്താണല്ലോ ഈ ഏജന്റിനെ പുള്ളിക്ക് വേണ്ടി ട്രാൻസാക്ഷൻസിൽ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കോൺട്രാക്ട് ഏജന്റ് ത്രൂ ആണ് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അതിന് വിൽ ഹാവ് ദ സെയിം എഫക്ട്. പ്രിൻസിപ്പൽ എൻറ്റർ ചെയ്ത പോലെ തന്നെയാണ് അതിന്റെ ലീഗൽ കോൺസിക്വൻസസും അതിന്റെ ആക്ഷനും എല്ലാം വരുന്നത്. A being B's agent, A ഇവിടെ ഏജന്റ് ആണ്, ബി പ്രിൻസിപ്പൽ ആണ്, വിത്ത് അതോറിറ്റി ടു റിസീവ് മണി ഓൺ ഹിസ് ബിഹാഫ്. അപ്പം പ്രിൻസിപ്പലിന്റെ അതോറിറ്റിയിൽ ഈ ഏജന്റിന്റെ ക്യാഷ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഏജന്റിന് ഉണ്ട്. റിസീവ്സ് ഫ്രം സി എ സം ഓഫ് മണി ഡ്യൂ ടു ബി. സി ഇസ് ഡിസ്ചാർജ് ഓഫ് ഹിസ് ഒബ്ലിഗേഷൻ ടു പേ ദ സം ഇൻ ക്വസ്റ്റ്യൻ ടു ബി. അതായത് ഏജന്റിന്റെ കയ്യിൽ കാശ് കൊടുക്കുന്നത് പ്രിൻസിപ്പലിന്റെ കൈ കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ ആരാണോ ഡെറ്റർ ആളുടെ ഒബ്ലിഗേഷൻ അവിടെ തീർന്നു. ഏജന്റിന് പ്രിൻസിപ്പൽ തന്നെ ഇൻട്രസ്റ്റ് ചെയ്ത ഒരാളാണല്ലോ ഏജന്റ്. അപ്പം ഏതൊക്കെ ആക്ഷൻസിൽ പ്രിൻസിപ്പൽ എൻറ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഏജന്റും എൻറ്റർ ചെയ്യുന്നത്. ആ എല്ലാ കോൺട്രാക്റ്റും വാലിഡ് ആണ്. മണി വേറെ തേർഡ് പാർട്ടീസിന് മണി കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിന് മണി കൊടുക്കാനോ ഒക്കെ ഏജന്റിന് അധികാരമുണ്ട്, ഇഫ് ആ ഡയറക്ഷൻസ് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പിലൊക്കെ കൂടുതലും ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് നോക്കാം, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലോട്ട് നോക്കാം. അതോ ക്വസ്റ്റ്യൻസ് ചെയ്യോ? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലോട്ട് പോട്ടെ അതോ ക്വസ്റ്റ്യൻസ് ചെയ്യണോ? ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ അല്ലെങ്കിൽ അവസാന സമയം ഉണ്ടെങ്കിൽ നോക്കാം. അപ്പൊ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പൊ ഈ ആക്ട് എന്നാ കെയിം ഇൻ ടു ഫോഴ്സ് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നായിരുന്നു കെയിം ഇൻ ടു ഫോഴ്സ്? നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തായിരുന്നല്ലോ, എന്നായിരുന്നു അത് ആക്റ്റീവ് ആണ്? അയ്യോ, 1872. ഡേറ്റ് ഓർമ്മയുണ്ടോ? 1 സെപ്റ്റംബർ
എങ്ങാനും മാച്ച് ദ ഫോളോയിലോ ഫിൽ ദ ബ്ലാങ്ക്സിലോ ഒക്കെ ചോദിച്ചാലോ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതിനകത്ത് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ, ഗുഡ്സിന്റെ ഡെഫിനിഷൻ. Goods, every kind of movable property other than actionable goods and money, and includes stocks and shares, growing crops, grass, or things attached to or forming part of land, which are agreed to be severed before sale or under the contract of sale. അപ്പോൾ എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, ഗുഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും വരും. അതർ ദാൻ ആക്ഷൻ, ഇതിനകത്ത് ഏതൊക്കെ എക്സ്ക്ലൂഡ് ആവുന്ന ആക്ഷനബിൾ ക്ലെയിംസ് ഇല്ല. ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ആവാം, അങ്ങനത്തെ കേസ്. ഇപ്പൊ റെന്റ് എന്തെങ്കിലും റിസീവ് ചെയ്യാനാണ് അതിനുള്ള റൈറ്റ്, എന്തെങ്കിലും ആക്ഷൻ വേണ്ട ക്ലെയിംസ്. അപ്പൊ ആക്ഷനബിൾ ക്ലെയിംസ് ഇല്ല. അതുപോലെ തന്നെ മണി ഇല്ല. മണി ആക്ഷനബിൾ ക്ലെയിംസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് പക്ഷെ സ്റ്റോക്ക് ആൻഡ് ഷെയർ, സെക്യൂരിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റോക്കും ഷെയർസും ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ GSTക്കകത്ത് ഗുഡ്സിന്റെ ഡെഫിനേഷൻ ഉണ്ട്. അതിനകത്ത് മണിയും സെക്യൂരിറ്റീസും ആയിരുന്നു എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആക്ഷനബിൾ ക്ലെയിംസ് ഗുഡ്സിനകത്ത് വരുമായിരുന്നു GSTക്കകത്ത്. GSTയിലെ ഡെഫിനിഷനിൽ ഗുഡ്സിനകത്ത് ആക്ഷനബിൾ ക്ലെയിംസ് ഇൻക്ലൂഡഡ് ആയിരുന്നു, മണി എക്സ്ക്ലൂഡഡ് ആയിരുന്നു. അതിന്റെ സെക്യൂരിറ്റീസ് എക്സ്ക്ലൂഡഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് സെക്യൂരിറ്റീസ്, അതായത് സ്റ്റോക്കും ഷെയർസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതും ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഒന്ന് ഗ്രോയിങ് ക്രോപ്സ് ആവാം, അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ക്രോപ്സ് എന്നൊക്കെ പറയുന്നത് ചിലപ്പം അത് ഇങ്ങനെ തന്നെ ട്രീസ്, ക്രോപ്സ് ഒക്കെ എന്താ പറയാ മൂവബിൾ ആണോ എന്ന് സംശയം വരാം. അതുകൊണ്ടാണ് അത് സ്പെസിഫിക്കലി പറഞ്ഞത്. ഗ്രോയിങ് ക്രോപ്സ് ചിലപ്പം ആ കോൺട്രാക്ടർ സെയിൽ, ആ എഗ്രിമെന്റ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഗ്രോയിങ് ക്രോപ്സ് വരാം, ഗ്രാസ് വരാം, അതുപോലെ തിങ്സ് അറ്റാച്ച് ടു ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ് വിച്ച് ആർ എഗ്രീഡ് ടു ബി സെപ്പറേറ്റഡ് ബിഫോർ സെയിൽ ഓർ അണ്ടർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇതാണ് ഗുഡ്സിന്റെ ഡെഫിനേഷൻ വന്നിട്ട്. ഫ്യൂച്ചർ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ goods as to be manufactured or produced or acquired by the seller after making the contract of sale. അപ്പം ഇപ്പൊ ജസ്റ്റ് ഓർഡർ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നിലവിൽ ആ ഗുഡ്സ് പ്രസന്റിൽ ആ ഗുഡ്സ് മാനുഫാക്ചർഡ് അല്ല, അല്ലെങ്കിൽ ഇപ്പം അതില്ല. ഇനി മാനുഫാക്ചർ ചെയ്യും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യും എപ്പം കോൺട്രാക്ട് ആഫ്റ്റർ മേക്കിംഗ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. നമ്മൾ കേക്ക് ഒക്കെ ഓർഡർ എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഫ്യൂച്ചർ ഗുഡ് ആണ്. ഇപ്പം നിലവിൽ കേക്ക് ഇല്ല, പക്ഷെ ഓർഡറിന് ശേഷം, ആ കോൺട്രാക്ട് ഓഫ് സെയിലിന് ശേഷം അത് മാനുഫാക്ചർ ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനെയാണ് ഫ്യൂച്ചർ ഗുഡ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് പറയുമ്പോൾ ബിൽ ഓഫ് ലേഡിംഗ്, എന്തെങ്കിലും നമ്മുടെ ഓണർഷിപ്പിലാണ് ആ ഗുഡ് എന്ന് കാണിക്കുന്ന എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡോക്യുമെന്റിനെയാണ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ആ ഗുഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഓണർഷിപ്പിലാണ് ആ ഗുഡ്സ് എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ്. ചിലപ്പോൾ ബിൽ ഓഫ് ലേഡിംഗ് ആവാം, ഡോക്ക് വാറന്റ് ആവാം, വെയർ ഹൗസ് കീപ്പർ സർട്ടിഫിക്കറ്റ് ആവാം, വാർഫിഞ്ചർ സർട്ടിഫിക്കറ്റ് ആവാം. ഇതൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെയർ ഹൗസിലൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റെയിൽവേ വഴി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ബിൽ ഓഫ് ലേഡിംഗ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളും ക്യാരേജറും ഷിപ്പ് ചെയ്യുന്ന ആളും തമ്മിലുള്ളൊരു, ആരാണോ സെല്ലറും ക്യാരേജറും തമ്മിലുള്ളൊരു അങ്ങനത്തെ ആ എഗ്രിമെന്റിന്റെ പ്രൂഫാണ് ബിൽ ഓഫ് ലേഡിംഗ്. നമ്മൾ ഇയാളുടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളതിന് പ്രൂഫാണ് ബിൽ ഓഫ് ലേഡിംഗ്. ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആവും നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കിത് കീപ്പ് ചെയ്യാൻ ഓതറൈസേഷൻ ഉണ്ടെന്ന് കാണിക്കുന്ന, ടൈറ്റിൽ ഉണ്ട്, നമുക്കൊരു നമ്മുടെ ഓണർഷിപ്പിലാണ് ഗുഡ്സ് എന്ന് കാണിക്കുന്നതിന് പ്രൂഫാണ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് ലേഡിംഗ് ആവാം, ഡോക്ക് വാറന്റ് ആവാം, വെയർ ഹൗസ് കീപ്പർ സർട്ടിഫിക്കറ്റ് ആവാം, റെയിൽവേ സർട്ടിഫിക്കറ്റ് ആവാം, അങ്ങനെ. It shows the proof of possession or control of goods. ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറ്റ്സ് ഒന്നും പേ ചെയ്യാൻ ഇനിയും കഴിവില്ല, അങ്ങനത്തെ കേസുകളില്ല. എന്തെങ്കിലുമൊക്കെ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ലിക്വിഡേറ്റ് ആയി, അങ്ങനത്തെ കേസുകളിലാണ് എന്ത് പറയാ ഇൻസോൾവെന്റ് ആയി എന്ന് പറയാം. ഇനി മെർക്കന്റൈൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത്രയും നേരം നമ്മൾ ഏജന്റ്, പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ഒക്കെ നോക്കി. ഇനി ഏജന്റ്, ഇപ്പം ബിസിനസ്സിൽ ഒരു ഏജന്റിനെ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ഈസ് കോൾഡ് മെർക്കന്റൈൽ ഏജന്റ്. അപ്പം ആ ഏജന്റിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് തന്നെയാണ്. Customary course of business of such an agent is authorization to sell goods or consign goods for the purpose of sale, to buy goods or raise money on the security of goods ആയിട്ട് ഡീൽ ചെയ്യുന്ന ഏജന്റിനെയാണ് പറയുന്നത് മെർക്കന്റൈൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആളുടെ കസ്റ്റം എന്ന് പറയുന്നത്, കസ്റ്റമറി കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് സച്ച് ആൻ ഏജന്റ് ഈസ് അതോറിറ്റി ടു സെൽ ഗുഡ്സ് ഓർ ടു കൺസൈൻ ഗുഡ്സ്, പർപ്പസ് ഓഫ് സെയിൽ, അല്ലെങ്കിൽ സെൽ ചെയ്യുക അല്ലെങ്കിൽ ബൈ ചെയ്യുക, അത് തന്നെയൊക്കെയാണ് ഏജന്റിന്റെ പർപ്പസ് എങ്കിൽ, ഏജന്റിന്റെ
നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഏജന്റ് അതൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഹീസ് കോൾഡ് എ മെർക്കന്റൈൽ ഏജന്റ്. ഗുഡ്സ് ആയിട്ട് ഡീൽ ചെയ്യാന്നുള്ളതാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് മെർക്കന്റൈൽ ഏജന്റ്. അപ്പൊ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആവാലോ ഏജന്റിനെ എംപ്ലോയ് ചെയ്യാൻ. ചിലപ്പോൾ സർവീസ് റിലേറ്റഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ സർവീസ് ആയിട്ട്, പക്ഷെ ഗുഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ഏജന്റിനെ എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ ഹീസ് കോൾഡ് എ മെർക്കന്റൈൽ ഏജന്റ്. ഇനി സ്പെസിഫിക് പറഞ്ഞാൽ എന്താണുള്ളത്? സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഗുഡ്സ് ഇന്ന ക്രൈറ്റീരിയ ഒക്കെയാണ് വേണ്ടത്. ഗുഡ്സ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്. കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഗുഡ്സ് ഇത് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് സ്പെസിഫൈ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഗുഡ്സ് ആണ് നമുക്ക് ഈ സെയിലിൽ വേണ്ടതെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കേസുകളിലാണ് പറയുന്നത് ഗുഡ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇന്ന കൂടെ ഇപ്പം നമ്മൾ നോർമൽ കടയിലൊക്കെ ചെന്ന് വാങ്ങുമ്പോൾ സ്പെസിഫിക് ഗുഡ്സ് തന്നെ, നമ്മളല്ലാതെ ഇന്ന എന്തെങ്കിലും പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും ഉള്ളതല്ലോ. നോർമലി നമ്മൾ ചെല്ലുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, അവിടുന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അതൊക്കെ സ്പെസിഫിക് ഗുഡ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഓർഡർ ഒക്കെ ചെയ്തിട്ട് ഇന്ന ടൈപ്പ് ടെക്സ്റ്റൈൽ ആണ് നമുക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക് ഗുഡ്സ് അല്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ ഗുഡ്സ് ഐഡന്റിഫൈ ചെയ്യും. അത് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ തന്നെ നമ്മളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഗുഡ്സ്. Contract of sale, a contract whereby seller transfers or agrees to transfer the property in the goods to the buyer for a price. Contract of sale സെല്ലർ കാണും, അവിടെ ഒരു ബയർ കാണും. ഒരു സ്പെസിഫിക് പ്രൈസിന് സെല്ലർ ബയറിന് ട്രാൻസ്ഫർ ഇൻ പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുമ്പോൾ നമ്മുടെ ആ സെല്ലർ നമുക്ക് ആ റൈറ്റ് തന്നു, ആ ഗുഡ്സിന്റെ പൊസിഷൻ തന്നു, ട്രാൻസ്ഫർ പ്രോപ്പർട്ടി അവിടെ നടന്നു ഫോർ സ്പെസിഫിക് പ്രൈസ്. അങ്ങനത്തെ ഒക്കെ ട്രാൻസാക്ഷനെയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. സെല്ലർ ബയറിന് ആ പ്രോപ്പർട്ടി ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു ഫോർ എ പ്രൈസ്. ദാറ്റ് ഇസ് കോൾഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇനി കോൺട്രാക്ട് ഓഫ് സെയിലിൽ എന്തൊക്കെ എസെൻഷ്യൽ ഐറ്റംസ് ഉണ്ട്? അപ്പൊ കോൺട്രാക്ട് ഓഫ് സെയിൽ ഒരു കോൺട്രാക്ട് തന്നെയാണ്. അപ്പൊ എസെൻഷ്യൽ ഐറ്റംസ് ഓഫ് ഓൾ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ അതല്ലേ ഈ കോൺട്രാക്ട് ഓഫ് സെയിലിലും വേണം. രണ്ട് പാർട്ടീസ് വേണം, അതുപോലെ തന്നെ സബ്ജക്ട് മാറ്റർ ഉണ്ടാവണം, ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം, അല്ലെ? അതെന്തൊക്കെയാണുള്ളത്? ഒരു ബൈലാറ്ററൽ കോൺട്രാക്ട് ആണ്. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഹാസ് ടു പാസ് ഫ്രം വൺ പാർട്ടി ടു അനദർ. പേഴ്സൺ കാനോട്ട് ബൈ ഗുഡ്സ് ഓൺ ഹിംസെൽഫ്. അപ്പൊ ടു പാർട്ടീസ് എന്ന് പറയുന്നത് അവിടെ എസെൻഷ്യൽ ഒരു എലമെന്റ് ആണ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇതൊരു ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയാം. രണ്ടുപേരുള്ളതുകൊണ്ട് മിനിമം രണ്ടുപേര് വേണം. അപ്പൊ രണ്ടുപേര് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഉണ്ട്, ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഗുഡ്സ് ആണ് സബ്ജക്ട് മാറ്റർ. ഇവിടെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ആ ഗുഡ്സിന്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. ഗുഡ്സ് ആണ് അതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. ഇനി അവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓർ മണി കൺസിഡറേഷൻ, എക്സ്ചേഞ്ച്. അതായത് ഇപ്പൊ ബാർട്ടർ ഒക്കെ ആണെങ്കിൽ അവിടെ സെയിൽ കോൺട്രാക്ട് ഓഫ് സെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു മണി കൺസിഡറേഷൻ തന്നെ വേണം. ഒരു സ്പെസിഫിക് പ്രൈസിന് വേണ്ടിയിട്ടായിരിക്കണം, ഒരു സ്പെസിഫിക് പ്രൈസിലായിരിക്കണം സെല്ലർ ബയറിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലാതെ ബാർട്ടർ സിസ്റ്റം ഒന്നും കോൺട്രാക്ട് ഓഫ് സെയിൽ അല്ല. അപ്പൊ ഓൾ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് മസ്റ്റ് ബി പ്രസന്റ് ഇൻ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ ഒരു കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്ട് വാലിഡ് ആവാൻ വേണ്ടി എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടോ അതെല്ലാം വേണം. ഇന്റൻഷൻ ഓഫ് ബോത്ത് ദ പാർട്ടീസ്. അപ്പം സെല്ലറിന് ഒരു ഇന്റൻഷൻ വേണം സെൽ ചെയ്യണം, ബയറിന് ഇന്റൻഷൻ വേണം ബൈ ചെയ്യാൻ. അതുപോലെ തന്നെ എല്ലാം നമ്മൾ എന്തൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്ടിന് വേണ്ട കണ്ടീഷൻസ് എന്ന് പറഞ്ഞത് അതെല്ലാം കോൺട്രാക്ട് ഓഫ് സെയിലും ആവശ്യമാണ്. രണ്ട് പാർട്ടീസ് വേണം, ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ട്. ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ട്, പ്രൈസ് ഈസ് ദ കൺസിഡറേഷൻ, ഒരു മണി കൺസിഡറേഷൻ തന്നെ വേണം. അതുപോലെ തന്നെ ബാർട്ടർ സിസ്റ്റം ഒന്നും കോൺട്രാക്ട് ഓഫ് സെയിലിൽ വാലിഡ് അല്ല, അത് കോൺട്രാക്ട് ഓഫ് സെയിൽ അല്ല. Agreement to sell എന്താണുള്ളത്? Transfer of property in goods is likely to take place at a future time or subject to some conditions thereafter to be fulfilled. ഇപ്പൊ അറ്റ് പ്രസന്റ് ആ ഗുഡ്സിന്റെ ട്രാൻസ്ഫർ നടന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചർ ടൈമിൽ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് സെയിൽ നടക്കുന്ന ആ സെയിലിലോട്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എഗ്രിമെന്റ് ടു സെൽ. അപ്പൊ അവിടെ എന്താ പറയാ, കോൺട്രാക്ട് ഓഫ് സെയിലിലും എന്തൊക്കെയുണ്ടല്ലോ, ഓഫറും ഉണ്ട്, അക്സെപ്റ്റൻസും ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ ആദ്യം ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസലിന്റെ ഡെഫിനിഷൻ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ആദ്യം അവിടെ ഒരു പ്രൊപ്പോസൽ, കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ ആദ്യം ഒരു പ്രൊപ്പോസൽ ഉണ്ട്, അതിന് എഗെയിൻസ്റ്റ് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഒരു വാലിഡ് കോൺട്രാക്ട് ആയത്. അപ്പൊ എഗ്രിമെന്റ് ടു സെൽ എന്തായിരുന്നു? ഫ്യൂച്ചർ ടൈമിൽ, ഇപ്പൊ അറ്റ് പ്രസന്റിൽ ആ സെയിൽ നടക്കുന്നില്ല,
ഫ്യൂച്ചർ ടൈമിൽ എന്തെങ്കിലും കണ്ടീഷൻസ് കൂടെ ഫുൾഫിൽ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ആ സെയിൽ നടക്കത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ കേസ് ഫ്യൂച്ചർ കേസിലോട്ടാണെങ്കിൽ, ഫ്യൂച്ചർ ടൈമിലോട്ടാണ് നമ്മൾ ആ സെയിൽ നടക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എഗ്രിമെന്റ് ടു സെൽ. അപ്പൊ അതൊക്കെയാണ് കോൺട്രാക്ട് ഓഫ് സെയിലിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി എഗ്രിമെന്റ് ടു സെല്ലിൽ എന്തായിരിക്കും? ഫ്യൂച്ചർ ഗുഡ്സ് ആയിരിക്കും. കോൺട്രാക്ട് ഓഫ് സെയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആയിരിക്കും. കോൺട്രാക്ട് ഓഫ് സെയിൽ അറ്റ് പ്രസന്റ് സ്പോട്ട് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആയിരിക്കും. ഇനി എഗ്രിമെന്റ് ടു സെൽ ആണെങ്കിൽ എപ്പോഴും ഫ്യൂച്ചർ ഗുഡ്സ് ആയിരിക്കും. ഇപ്പം മാനുഫാക്ചർ ചെയ്ത് അറ്റ് പ്രസന്റ് അത് എക്സിസ്റ്റൻസിൽ ആവത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും, മാനുഫാക്ചർ ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പർപ്പസ് ചെയ്ത് കഴിയുമ്പോഴേ ആ ഗുഡ്സ് എക്സിസ്റ്റൻസി വരത്തുള്ളെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഫ്യൂച്ചർ ഗുഡ്സ്. അപ്പൊ എഗ്രിമെന്റ് ടു സെല്ലിൽ എപ്പോഴും ഫ്യൂച്ചർ ഗുഡ്സ് ആയിരിക്കും. Goods perishing before making contract. Well, there is a contract for sale of specific goods, and if goods without knowledge of the seller at the time when the contract was made perished or become so damaged and so no longer to answer the description in contract. അതായത് സെല്ലറും ബയറും കൂടെ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത്, ആ കോൺട്രാക്ട് ഓഫ് സെയിലിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് സെല്ലർ അറിഞ്ഞില്ല, പക്ഷെ ഗുഡ്സ് പെരിഷബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെല്ലറിന്റെ നോളേജ് ഇല്ലാതെ തന്നെ ഗുഡ്സ് നശിച്ചു പോയി അല്ലെങ്കിൽ ഡാമേജ് ആയിപ്പോയി. ഇപ്പൊ ചിലപ്പം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്തെങ്കിലും അതിന് വേണ്ടിയുള്ള കോൺട്രാക്ട് ഓഫ് സെയിൽ ആയിരുന്നു എന്നിരിക്കട്ടെ. പക്ഷെ സെല്ലർ അറിയാതെ തന്നെ ഗുഡ്സ് ചിലപ്പം ഓവർ റൈപ്പ് ആയിപ്പോയി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ സെല്ലറിന്റെ നോളേജ് ഒന്നും ഇല്ല, കൺസീൽ ചെയ്തിട്ടൊന്നും, മനഃപൂർവ്വം ഒന്നും, ഫ്രോഡിലിന്റെ ആക്ടിവിറ്റി ഒന്നും അല്ല, മനഃപൂർവ്വം ഒന്നും അല്ല, അറിയാതെ പെരിഷബിൾ ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ പെരിഷായി പോയിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ആ ഗുഡ്സ് നമ്മൾ എന്ത് ഡിസ്ക്രിപ്ഷനിലാണ് റോ അല്ലെങ്കിൽ റൈപ്പായിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു നമുക്ക് വേണ്ടത്, പക്ഷെ അത് ഒരുപാട് റൈപ്പായി അതിൽ കുറെ ഭാഗമൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി ആ ഗുഡ്സ് ഒന്നും നമ്മുടെ ഡിസ്ക്രിപ്ഷനെ മീറ്റ് ചെയ്യുന്നില്ല. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയ ആണോ ബയർ പറഞ്ഞിട്ടുള്ളത്, ആ ക്രൈറ്റീരിയ ഒന്നും ഈ ഗുഡ്സ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ കോൺട്രാക്റ്റിന് പോയിടാം. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് കാരണം, അതായത് എന്തൊക്കെയാണോ പെർഫോം ആ കോൺട്രാക്ടിന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം ആ ഗുഡ്സ് ഒക്കെ പെരിഷ് ആയി പോയി. ആ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ നമുക്കത് വേണ്ടത്, ആ ഡിസ്ക്രിപ്ഷൻ ഒന്നും അത് മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആ കോൺട്രാക്ട് വോയിഡ്. ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഗുഡ്സ് പെരിഷബിൾ ആയിരുന്നെങ്കിൽ ആ കോൺട്രാക്ട് വോയിഡ് ആവും. ഇനി ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ സെയിൽ ബട്ട് ആഫ്റ്റർ എഗ്രിമെന്റ് ടു സെൽ. അപ്പൊ എഗ്രിമെന്റ് ടു സെൽ നടക്കുന്ന സമയത്ത് ആ ഗുഡ്സ് പെരിഷ് ആയിട്ടില്ല, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വിത്തൗട്ട് എനി ഫോൾട്ട് ഓൺ ദ പാർട്ട് ഓഫ് സെല്ലർ ഓർ ബയർ, സെല്ലറിന്റെ പ്രശ്നം കൊണ്ടുമല്ല ബയറിന്റെ പ്രശ്നം കൊണ്ടുമല്ല, പക്ഷെ ഗുഡ്സ് പെരിഷ് ആയി പോയി. അവിടെ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ഒന്നുമില്ല, ഗുഡ്സ് പെരിഷബിൾ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മുന്നേ അത് പെരിഷബിൾ ആയി പോയി, പെരിഷ് ആയി പോയി. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ അപ്പോഴും ഗുഡ്സ് ആ ഡിസ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യുന്നില്ല, ബയർ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ റിസ്ക് പാസസ് ടു ദ ബയർ. നമ്മുടെ റിസ്ക് ട്രാൻസ്ഫർ ഇൻ പ്രോപ്പർട്ടി നടക്കുന്നതിന് മുന്നേ തന്നെ ഗുഡ്സ് പെരിഷബിൾ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റ് ഈസ് ദെയർഫോർ അവോയ്ഡഡ്. അപ്പം ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് ഇവിടെ അവോയ്ഡ് ചെയ്യുക. നേരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുമ്പോൾ, കോൺട്രാക്ട് ഓഫ് സെയിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഗുഡ്സ് പെരിഷബിൾ ആയതുകൊണ്ട് ആ കോൺട്രാക്ട് മുന്നോട്ട് പോകത്തില്ല. അപ്പൊ ആ സമയത്ത് തന്നെ കോൺട്രാക്ട് വോയിഡാണ്. പക്ഷെ എഗ്രിമെന്റ് ടു സെൽ ആയിരുന്നെങ്കിൽ, എഗ്രിമെന്റ് ടു സെൽ ആയതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഓഫ് സെയിലിന് മുന്നേ, എഗ്രിമെന്റ് ടു സെൽ നടക്കുമ്പോൾ ഗുഡ്സ് പെരിഷബിൾ ആയിട്ടില്ല, ഫിനിഷ് ആയിട്ടില്ല, പക്ഷെ കോൺട്രാക്ട് ഓഫ് സെയിൽ ആ ഏത് ടൈമിലേക്കാണോ നമ്മൾ ഫിക്സ് ചെയ്തത് ആ സമയം എത്തിയപ്പോഴത്തേക്ക് ഗുഡ്സ് പെരിഷബിൾ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പിന്നെ നടക്കത്തില്ല. അപ്പൊ എഗ്രിമെന്റ് ഇവിടെ അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഇറ്റ് സെൽഫ് വോയിഡ് ആയി, ഇവിടെ ഇൻ ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ സെയിൽ ബട്ട് ആഫ്റ്റർ എഗ്രിമെന്റ് ടു സെൽ ആണെങ്കിൽ എഗ്രിമെന്റ് ഈസ് അവോയ്ഡഡ്. അപ്പൊ അത് രണ്ടും ഓർത്തേക്കണം. കോൺട്രാക്ട് ഓഫ് സെയിലും എഗ്രിമെന്റ് ടു സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം ബയർ ടു സെല്ലർ. ആ പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ നോർമലി പോയി ഗുഡ്സ് ഒക്കെ സൂപ്പർ മാർക്കറ്റിനൊക്കെ പർച്ചേസ് ചെയ്യുന്നതെല്ലാം കോൺട്രാക്ട് ഓഫ് സെയിലാണ് വരുന്നത്. ഇനി എഗ്രിമെന്റ് ടു സെൽ ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടേക്സ് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ്. ഇപ്പം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടക്കുന്നില്ല, പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഫ്യൂച്ചർ ടൈമിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ അത് ട്രാൻസ്ഫർ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എഗ്രിമെന്റ് ടു സെൽ. ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത കോൺട്രാക്ട് ആണ്, ഇത് എക്സിക്യൂട്ടറി ആണ്, കാരണം ഫ്യൂച്ചർ ടൈമിൽ നടക്കത്തുള്ളൂ.
Existing or specific goods already existing of goods existing goods contract of sale. If future goods contingent goods manufacture produce goods future goods that is agreement to sell. Seller to buyer to seller sorry. Goods destroyed already transfer of property. Goods destroy already transfer of property goods loss buyer bear. Agreement to sell property transfer possession transfer case loss seller bear. Contract of sale loss buyer bear. Agreement to sell property transfer goods sell and possession case seller loss bear. Seller can sue the buyer for price and for damages. Sale buyer cash sue seller can sue for damages. Cake order cancel cake in the price material expense incur damage cake cream decoration items cancel damage recovery contract of sale already sale price sue damages sue agreement to sell damages sue price future date date cancel breach of contract 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 cancel okay. Buyer insolvent. Goods in the absence of lien over the goods, the seller is to return the goods to the official receiver. Property already transfer buyer insolvent official liquidator buyer liquidator buyer liquidate seller buyer official liquidator hand over അത് ബയറിന്റെ പ്രോപ്പർട്ടിയാണ് ഇനി അത് ലിക്വിഡേറ്റ് ചെയ്ത് അത് റിക്കവർ ചെയ്യാനുള്ള അതിനകത്തുനിന്ന് എന്തെങ്കിലും ക്യാഷ് കിട്ടുകയാണെങ്കിൽ ബാക്കി ട്രാൻസാക്ഷൻ ഒക്കെ ഇനി ലിക്വിഡേറ്റർ ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഇത് ആബ്സെൻസ് ഓഫ് ലീൻ എന്തെങ്കിലും ഒരു ലീൻ എക്സിസ്റ്റ് ചെയ്യും പ്രൈസ് ഒന്നും തരാനില്ല അപ്പൊ അങ്ങനെ റീറ്റെയിൻ ചെയ്തിട്ടില്ല അപ്പൊ ആബ്സെൻസ് ഓഫ് ലീൻ ഓവർ ഗുഡ്സ് ഇല്ല അല്ല ആബ്സെൻസ് ഓഫ് ലീൻ ഓവർ ഗുഡ്സ് ആണ് അപ്പൊ അങ്ങനത്തെ കേസുകളിൽ സെല്ലർ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഓഫ് ബയറിന് കൊടുക്കേണ്ടി വരും ഈ ഗുഡ്സ്. ഇനി സെല്ലർ ഈസ് നോട്ട് ബൗണ്ട് ടു പാർട്ട് വിത്ത് ദ ഗുഡ്സ് അണ്ടിൽ ദ പ്രൈസ് ഈസ് പെയ്ഡ് ടു ഹിം. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ലിക്വിഡേറ്ററിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ട കാര്യമില്ല. പ്രൈസ് ഒന്നും സെല്ലറിന് കിട്ടാത്ത പക്ഷം സെല്ലറിനാണ് ഇത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ബയറിന് കൊടുത്താലും അത് ഇൻസോൾവെന്റ് ആയതുകൊണ്ട് ഇനി ക്യാഷ് ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. ആ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടന്നിട്ടില്ല അതുകൊണ്ട് സെല്ലറിന് അത് ബയറിന്റെ ലിക്വിഡേറ്ററിന് ഹാൻഡ് ഓവർ ചെയ്യാനൊരു ലയബിലിറ്റി ഇല്ല. ഇനി സെല്ലർ ഇൻസോൾവെന്റ് ആയി ബയർ ബിക്കമിങ് ദ ഓണർ. അപ്പം ബയർ ഓൾറെഡി കോൺട്രാക്ട് ഓഫ് സെയിലിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ബയർ ആയി ഓണർ is entitled to recover the same from the official liquidator or assailee. ഇനി അപ്പം സെല്ലർ ഇൻസോൾവെന്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെല്ലറിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഒഫീഷ്യൽ ലിക്വിഡേറ്ററിന്റെ കയ്യിലാണല്ലോ. അപ്പൊ ഓൾറെഡി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടന്നിട്ടുണ്ട്. അപ്പൊ അല്ലാത്ത പക്ഷം ഡെലിവറി താമസിക്കുന്ന സാഹചര്യത്തിലാണ് അപ്പൊ ഡെലിവറി ആയിട്ടില്ലെങ്കിൽ ബയറിന് ഒഫീഷ്യൽ ലിക്വിഡേറ്ററിന്റെ കയ്യിൽ നിന്ന് അത് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി എഗ്രിമെന്റ് ടു സെൽ ആണെങ്കിലോ ബയർ കാനോട്ട് ക്ലെയിം ദ ഗുഡ്സ് ബട്ട് ദ ഡിവിഡന്റ് ഡിക്ലെയർഡ് ബൈ ദ ഒഫീഷ്യൽ. ഈ ആ ഗുഡ്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ ഡിവിഡന്റ് എന്ന് പറയുമ്പോൾ ആ ഗുഡ്സിന് ആ ഡാമേജ് പോലെ ഉള്ള എമൗണ്ട് വേണമെങ്കിൽ ഒഫീഷ്യൽ ലിക്വിഡേറ്ററിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് കോൺട്രാക്ട് ഓഫ് സെയിലും എഗ്രിമെന്റും സെയിലും തമ്മിലുള്ള ഡിഫറൻസുകൾ വരുന്നത്. അപ്പം ആ പ്രോപ്പർട്ടി എപ്പം ട്രാൻസ്ഫർ ആവും, എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ആണോ എക്സിക്യൂട്ടറി കോൺട്രാക്ട് ആണോ, ലോസ് ആൻഡ് ഡാമേജ് എന്തൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഓർത്ത് വെക്കണം.
ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എപ്പോഴാണ് ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ പൊസിഷൻ ട്രാൻസ്ഫർ ആവുന്നത് ഫ്രം സെല്ലർ ടു ബയർ എന്നുള്ളതാണ്. അപ്പൊ ഗുഡ്സ് ഓൾറെഡി അസർട്ടൺ ഗുഡ്സ് ആണെങ്കിൽ, ഓൾറെഡി സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ അന്നേരം തന്നെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവും. ഗുഡ്സ് മസ്റ്റ് ബി ഗുഡ്സ് എപ്പോഴാണോ അസർട്ടൺ ചെയ്യുന്നത്, എപ്പോഴാണോ സ്പെസിഫിക് ആയിട്ട് കോൺട്രാക്ട് ഓഫ് സെയിൽ ആ ഡിസ്ക്രിപ്ഷനൊക്കെ മീറ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് ഗുഡ്സ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നത്. ഗുഡ്സ് അസർട്ടൺ ചെയ്യുന്ന ആ പോയിന്റിൽ എപ്പോഴാണ് ഇന്ന ഗുഡാണ് നമുക്ക് വേണ്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അസർട്ടൺ ചെയ്ത് സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോഴേ ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവത്തുള്ളൂ. അപ്പൊ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടു ദ ബയർ unless and until the goods are ascertained. കറക്റ്റ് ആയിട്ട് അസർട്ടൺ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവത്തുള്ളൂ. ഇനി ഇന്റൻഷൻ ഓഫ് പാർട്ടീസ് ഫോർ ദ ട്രാൻസ്ഫർ. ദ പ്രോപ്പർട്ടി in the goods is transferred to the buyer at the time as both the parties of contract intend it to be transferred. The intention of parties is ascertained from the terms of conduct of parties and circumstances. ഓരോ കേസിലും എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴാണ് ഈ രണ്ട് പാർട്ടീസും ഓക്കെ ആവുക ട്രാൻസ്ഫർ എന്നുള്ളത് ഓരോ കേസ് ബൈ കേസിലും ഡിഫറെന്റ് ആവും. വെൻ ഇന്റൻഷൻ ഓഫ് പാർട്ടീസ് cannot be ascertained, രണ്ടുപേരുടെ ഇന്റൻഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കേസുകളിൽ സ്പെസിഫിക് ഗുഡ്സ് ആണെങ്കിൽ എങ്ങനെ, അൺഅസർട്ടൺ ഗുഡ്സ് ആണെങ്കിൽ എങ്ങനെ, ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസിലാണെങ്കിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നുള്ളതാ നോക്കുന്നത്. സ്പെസിഫിക് ഗുഡ്സ് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് ആണ്. ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് ഇന്ന ഗുഡ്സ് ആ വേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഡെലിവറബിൾ സ്റ്റേറ്റിലും ആണ്. ഓക്കെ ആണ്, ഇപ്പം തന്നെ ഡെലിവറി നടത്താൻ പറ്റുന്ന കേസിലാണ്, ആ ഒരു സിറ്റുവേഷനിലാണ് ഗുഡ്സ് ഇരിക്കുന്നതെങ്കിൽ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസസ് ടു ദ ബയർ വെൻ ദ കോൺട്രാക്ട് ഇസ് മെയ്ഡ്. ടൈം ഓഫ് പേയ്മെന്റും അല്ലെങ്കിൽ ടൈം ഓഫ് ഡെലിവറി പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാണ്, ഇപ്പൊ ഇനിയും കൂടുതലായിട്ട് ആ ഗുഡ്സിനെ ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ടതില്ലെങ്കിൽ അപ്പം തന്നെ എപ്പോഴാണോ കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്നത് അപ്പം തന്നെ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ ആവും. ഇനി സ്പെസിഫിക് ഗുഡ്സ് പുട്ട് ടു ഡെലിവറബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൂടെ അവിടെ ചെയ്യാനുണ്ട്. അതായത് സ്പെസിഫിക് ഗുഡ്സ് ആൻഡ് സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ആൻഡ് സെല്ലർ ഇസ് ബൗണ്ട് ടു ഡു സംതിങ് to the goods for the purpose of putting them into deliverable state. ചിലപ്പോൾ അത് ബോക്സിലാക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനിയും സെല്ലർ ചെയ്ത ഡെലിവറബിൾ സ്റ്റേറ്റിൽ ആവത്തുണ്ടെങ്കിൽ എപ്പോഴാണോ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുന്നത്, അപ്പം വെൻ ഇറ്റ് ഈസ് പുട്ട് ടു ഡെലിവറബിൾ സ്റ്റേറ്റ്, എപ്പോഴാണോ സെല്ലറിന്റെ ഒരു ഐഡിയയില് അതൊന്ന് ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കുന്നത്, അപ്പോഴാണ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസ്സാവുക. സ്പെസിഫിക് ഗുഡ്സ്, sale of specific goods and the seller is bound to do something to the goods for the purpose of putting them into deliverable state. The property in goods does not pass until such thing is done and buyer has notice thereof. നമ്മൾ എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതും ചെയ്തു, ഇപ്പം ബോക്സിലാക്കുക അല്ലെങ്കിൽ നല്ലപോലെ കവർ ചെയ്യുക, ഇൻസുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്താലേ അത് ഡെലിവറബിൾ സ്റ്റേറ്റ് ആവുള്ളൂ. എങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തിട്ട് ബയറിനെ നമ്മൾ അറിയിക്കാൻ വേണം. When he does such act and the buyer has notice thereof, ആ ഒരു പോയിന്റില് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസ് ആവുള്ളൂ. ഇനി സ്പെസിഫിക് ഗുഡ്സിന്റെ ഓൾറെഡി ഡെലിവറബിൾ സ്റ്റേറ്റിൽ തന്നെയാണ്, ബട്ട് വെൻ ദ സെല്ലർ ഹാസ് ടു ഡു എനിത്തിങ് ദർ ടു ഇൻ ഓർഡർ ടു അസർട്ടൺ പ്രൈസ്. പക്ഷെ പ്രൈസ് ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതായത് ഇപ്പൊ മെഷർ ചെയ്യോ, വേ ചെയ്യോ, ടെസ്റ്റ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കൂടെ പെൻഡിങ് ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് പ്രൈസ് അസർട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുക, മെഷർ ചെയ്യുക, അങ്ങനെ വേ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു പർപ്പസും കൂടെ പെൻഡിങ് ആണെങ്കിൽ പ്രോപ്പർട്ടി ഡസ് നോട്ട് പാസ് അൺടിൽ സച്ച് ആക്ട് ഓഫ് തിങ് ഈസ് ഡൺ ആൻഡ് ബയർ ഹാസ്. അപ്പൊ എന്തെങ്കിലും ആക്ഷൻ പെൻഡിങ് ആണെങ്കിൽ, ചിലപ്പോൾ ഈ കേക്ക് ഒക്കെ എല്ലാവരും അങ്ങനെ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ചിലപ്പോൾ വേ ചെയ്യുന്നത്, കറക്റ്റ് വെയിറ്റ് അറിയാൻ വേണ്ടിയിട്ട് അവസാനം വേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു പർപ്പസും കൂടെ പെൻഡിങ് ആണെങ്കിൽ പ്രൈസ് എന്നിട്ടാണ് അസർട്ടൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കേസുകൾ ആ ഒരു പർപ്പസ് കഴിഞ്ഞിട്ട് ആ ഒരു ആക്ഷനും കൂടെ കഴിയാത്ത പക്ഷം ആ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ ആവത്തില്ല. ബയർ ഇസ് ബൗണ്ട് ടു വേ, മെഷർ ഓർ ടെസ്റ്റ് ഓർ ഡു സം ആക്ഷൻ ഇൻ ഓർഡർ ടു അസർട്ടൺ ദ പ്രൈസ്. പ്രോപ്പർട്ടി ഡസ് നോട്ട് പാസ് അൺടിൽ സച്ച് ആക്ഷൻ ഈസ് ഡൺ ആൻഡ് ബയർ ഹാസ്. അപ്പൊ ആക്ഷൻ നടക്കണം, ആ ഒരു എന്താണോ അതിന്റെ ചെയ്യേണ്ടത് അതും ചെയ്തിട്ട് ബയറിന് നോട്ടീസ് കൊടുത്തു. ബയറിനോട് നമ്മൾ അറിയിക്കുകയാണ്, ഓക്കെ ഡെലിവറബിൾ സ്റ്റേറ്റിലായി, ഗുഡ്സ് എടുത്തോളൂ എന്ന് പറയുന്ന പോയിന്റ് വരെ പ്രോപ്പർട്ടി പാസ് ആവില്ല. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി പാസ് ആവും. ഇപ്പൊ സ്പെസിഫിക് ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ അന്നേരം തന്നെ പാസ് ആവും. പുട്ട് ടു ഡെലിവറബിൾ സ്റ്റേറ്റ്, ബയർ ഹാസ് ടു ഡു സംതിങ്, സെല്ലർ ഹാസ് ടു ഡു സംതിങ് ഇൻ ഓർഡർ ടു പുട്ട് ദാറ്റ് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ ആ ആക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഇനി സെല്ലർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇൻ ഓർഡർ ടു അസർട്ടൺ പ്രൈസ്, ഇഫ് ദ സെല്ലർ ഈസ് സപ്പോസ് ടു ഡു സംതിങ് like weighing, measuring in order to ascertain price, then property does not pass. എപ്പോഴാ പ്രോപ്പർട്ടി പാസ് ആവുന്നത്?
കറക്റ്റ് ആ മെഷർമെന്റ് കഴിയുമ്പോൾ എന്താണോ എന്ത് ആക്ഷൻ ആണോ ആ പ്രൈസ് അസർട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ് ആയിട്ടുള്ളത് ആ ആക്ഷൻ ചെയ്ത് കഴിയുമ്പോഴേ ഇതൊക്കെയാണ് സ്പെസിഫിക് ഗുഡ്സ് ആണെങ്കിലുള്ള എപ്പോഴാണോ പ്രോപ്പർട്ടി പാസ് ആവുന്നത് എന്നുള്ള സ്പെസിഫിക് ഗുഡ്സ് ആണെങ്കിൽ ഇതൊക്കെയാണ് ക്രൈറ്റീരിയ. ഇനി അൺഅസർട്ടൺ ഗുഡ്സ് ആണ്. അൺഅസർട്ടൺ ഗുഡ്സ് ആണെങ്കിൽ വലിയ ലോട്ട് ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ കൂട്ടിയിട്ടേക്കുന്നു, അതിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് അസർട്ടൺ ചെയ്ത് എടുത്തിട്ടില്ല നമ്മുടെ ബയറിന് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. Uncertain goods are future goods by description, and the goods of that description and in deliverable state are unconditionally appropriated to the contract. എപ്പോഴാണോ അപ്രോപ്രിയേഷൻ നടക്കുന്നത്, ഇപ്പൊ വലിയൊരു കൂട്ടിക്കിടക്കാണ് എല്ലാം കൂടെ, അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബയറിന് വേണ്ട ഡിസ്ക്രിപ്ഷനിലുള്ള സാധനങ്ങൾ മാത്രം അസർട്ടൺ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പൊ എപ്പോഴാണോ ആ അപ്രോപ്രിയേഷൻ കഴിയുന്നത് അന്നേരമേ അതൊരു ഡെലിവറബിൾ സ്റ്റേറ്റിലാവുള്ളൂ, അപ്പോഴേ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവത്തുള്ളൂ. ഇനി ഡെലിവറി ടു കാരിയർ ആണെങ്കിലോ, നമ്മൾ കൺസൈനി ഉണ്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ ഉണ്ട്, അവർക്ക് സെല്ലർ കൊടുത്തു വിടുന്ന കേസുകളാണെങ്കിൽ the seller delivers the goods to buyer or to the carrier or another bailey for the purpose of transmission to the buyer and he is deemed to have unconditionally appropriated goods for the purpose of control. അപ്പൊ അവരെ നമ്മള് കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേഷൻ അവിടെ നടന്നതുപോലെ തന്നെയാണ്, കാരണം അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്താ പറയാ, അന്നേരം അതൊരു അപ്രോപ്രിയേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും, അത് ആ കേസുകളിലും പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവും. അപ്പൊ അൺഅസർട്ടൺ ഗുഡ്സ് ആണെങ്കിൽ ഒന്നെങ്കിൽ അപ്രോപ്രിയേഷൻ നടക്കുമ്പോൾ ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കി അപ്രോപ്രിയേഷൻ ആ കൂട്ടത്തിൽ നിന്ന് നമ്മളൊന്ന് മാറ്റിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കാരിയറിന് ട്രാൻസ്പോർട്ടറിന് കുറച്ച് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് വിടുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളിലൊക്കെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആയെന്ന് തന്നെ പറയാം. ഇപ്പം സ്പെസിഫിക് ഗുഡ്സിന്റെ നോക്കി, അൺഅസർട്ടൺ ഗുഡ്സിന്റെ നോക്കി. ഇനി ഗുഡ്സ് ആൻഡ് ഓൺ അപ്രൂവൽ ഓർ സെയിൽ ഓർ റിട്ടേൺ. അതായത് ഗുഡ്സ് കൊടുത്തു വിട്ടു, പക്ഷെ 2-3 മാസമൊക്കെ ചിലപ്പോൾ ഒരു പീരീഡ് കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് അപ്രൂവൽ അല്ലെങ്കിൽ ബയറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ള തിരിച്ച് റിട്ടേൺ ചെയ്യാൻ റൈറ്റ് ഉള്ള കേസുകൾ. അപ്പം there is a clear cut understanding that he has an option to approve or return. Goods sent on approval basis. അതിന്റെ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളത്. But there is a clear cut understanding that he has an option to approve or return the goods within the given time period. But until the goods are approved by the customer and the property in goods still remains with the buyer approve ചെയ്യാത്ത പക്ഷം, പ്രത്യേകിച്ച് അപ്രൂവൽ ഒന്നും തന്നിട്ടില്ല, ഈ ഗുഡ്സ് വേണമെന്നോ വേണ്ടെന്നൊന്നും പറയാത്ത പക്ഷം ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് സ്റ്റിൽ റിമെയിൻസ് വിത്ത് ദ സെല്ലർ. അപ്പൊ അപ്രൂവ് ചെയ്യുന്ന ആ പോയിന്റ് മാത്രമേ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടക്കത്തുള്ളൂ. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ ലീഗലി ആ ടൈറ്റിൽ അപ്പോഴേ ട്രാൻസ്ഫർ ആവുള്ളൂ. എപ്പോഴാണ് പ്രോപ്പർട്ടി പാസസ് ടു ദ ബയർ എന്ന് പറയാൻ പറ്റുന്നത്? വെൻ ഹി സിഗ്നിഫൈസ് ഹിസ് അപ്രൂവൽ ഓർ അക്സെപ്റ്റൻസ് ടു സെല്ലർ. സെല്ലറിനെ നമ്മൾ അറിയിച്ചു, ഓക്കെ നമ്മൾ ഇത് എടുക്കാണ്, നമ്മൾ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ property in goods passes to buyer. When he does any other act adopting the transaction, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും അക്സെപ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ he does something. ചിലപ്പോൾ ആ ഗുഡ്സ് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസുകൾ സ്വന്തം ഗുഡ്സ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആക്ഷനും അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന് ഇക്വലന്റ് അല്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ, അല്ലെങ്കിൽ ഇഫ് ഹി ഡസ് നോട്ട് സിഗ്നിഫൈ ഹിസ് അപ്രൂവൽ ഓർ അക്സെപ്റ്റൻസ് ടു സെല്ലർ ബട്ട് റീറ്റെയിൻ ദ ഗുഡ്സ് വിത്തൗട്ട് ഗിവിംഗ് നോട്ടീസ് ഓഫ് റിജക്ഷൻ. പ്രത്യേകിച്ച് റിജക്ട് ചെയ്തു എന്ന് അറിയിച്ചിട്ടില്ല, പക്ഷെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അപ്രൂവൽ സിഗ്നിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ ഈ റീറ്റെയിൻസ് ദ ഗുഡ്സ് വിത്തൗട്ട് ഗിവിംഗ്, പക്ഷെ റിജക്റ്റും ചെയ്തിട്ടില്ല, അക്സെപ്റ്റും ചെയ്തിട്ടില്ല, റിജക്റ്റും ചെയ്തിട്ടില്ല. ഇഫ് a time has been fixed for the return of goods on or expiration of such time, or if no time has been fixed on expiration of reasonable time. ഒരു reasonable time കഴിഞ്ഞിട്ടും rejection അല്ലെങ്കിൽ ബയർ റിജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ വരെ ബയർ റിജക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ബയർ അപ്രൂവ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് സെല്ലറിനെ അറിയിച്ചു, അതും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു എന്ന് സെല്ലറിനെ അറിയിച്ചിട്ടില്ല, അങ്ങനത്തെ കേസുകളിലൊക്കെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവും ബയറിന്.
അതാണ് ഗുഡ്സ് സെന്റ് ഓൺ അപ്രൂവൽ ബേസിസിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. ഒന്നെങ്കിൽ ഗുഡ്സ് അസർട്ടൺ ആണെങ്കിൽ എപ്പോഴാണോ അസർട്ടൺ ചെയ്യുന്നത് അന്നേരം. ഇനി ഇന്റൻഷൻ ഓഫ് പാർട്ടീസ് ക്ലിയർ അല്ലെങ്കിൽ സ്പെസിഫിക് ഗുഡ്സ് ആണെങ്കിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്, അൺസർട്ടൺ ഗുഡ്സ് ആണെങ്കിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നത്, ഗുഡ്സ് സെന്റ് ഓൺ അപ്രൂവൽ ബേസിസിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നത് എന്നുള്ളത് ആണ് നോക്കിയത്. അതൊക്കെയാണ്. ഇനി effect of destruction of goods. Goods damage ആയി പോയി കഴിഞ്ഞാൽ goods remain at the seller's risk under the property therein transferred to the, നമ്മൾ മേളിൽ നോക്കിയായിരുന്നു എപ്പോഴാ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നത്. അപ്പം അതിന്റെ മെയിൻ കാര്യം പ്രോപ്പർട്ടി എപ്പോഴാ ട്രാൻസ്ഫർ ആവുന്നതെന്ന് മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ റിസ്ക് ആരുടെ കയ്യിലാണ്, ആരാണ് ആ റിസ്ക് ബിയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡാമേജ് ബിയർ ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി എപ്പോഴാ ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ ഗുഡ്സ് റിമെയിൻ അറ്റ് ദ സെല്ലേഴ്സ് റിസ്ക് അണ്ടർ ദ പ്രോപ്പർട്ടി therein is transferred to the buyer. അപ്പം പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ അതെല്ലാം സെല്ലേഴ്സ് റിസ്ക്. അപ്പൊ എന്തെങ്കിലും ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലും ആരാ ബിയർ ചെയ്യേണ്ടത്, സെല്ലർ അത് ബിയർ ചെയ്യേണ്ടത്. ആൻഡ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഇസ് ട്രാൻസ്ഫർ ടു ദ ബയർ, ദ ഗുഡ്സ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് ബയർ. പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ ബയറിന്റെ റിസ്കിലാണ് കാര്യങ്ങൾ. പിന്നെ എന്ത് ഡാമേജ് സംഭവിച്ചാലും ബയറാണ് അതൊക്കെ മീറ്റ് ചെയ്യേണ്ടത്. ഇനി പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല ഗുഡ്സ് ആർ സ്റ്റിൽ അറ്റ് സെല്ലേഴ്സ് റിസ്ക്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സെല്ലറിന്റെ ലയബിലിറ്റി ആണ്. റിസ്ക് prima facie passes with the property. ഈ പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നതിന്റെ അപ്പൊ അതേ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, പ്രോപ്പർട്ടി ആരുടെ കയ്യിലാണോ ആ ടൈറ്റിൽ ഉള്ളത് അവർ വേണം ആ റിസ്ക് ബിയർ ചെയ്യാനുള്ളത്. അപ്പം റിസ്ക് എപ്പോഴും പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നതിന്റെ കൂടെ, പൊസിഷൻ ട്രാൻസ്ഫർ ആവുന്ന കൂടെ അല്ലെങ്കിൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ആവുന്നതിന്റെ കൂട്ടത്തിൽ ഈ റിസ്ക്കും പോവാന്നുള്ളതാണ്. ഇനി അതിന് കുറച്ച് എക്സംഷൻ ഉണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബയറും സെല്ലറും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ എഗ്രിമെന്റ് ഓൾദോ ദ പ്രോപ്പർട്ടി does not pass, the risk passes and they may fix a point of time when it is to pass. പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആയിട്ടില്ല അല്ലെങ്കിൽ പൊസഷൻ ട്രാൻസ്ഫർ ആവാത്ത കേസുകളിലും റിസ്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ആവും. അതായത് ചിലപ്പോൾ ഈ വെയർ ഹൗസ് ഓൾറെഡി സെയിൽ നടന്നു, പക്ഷെ സ്റ്റിൽ ആ സെല്ലറിന്റെ വെയർ ഹൗസിലൊക്കെ ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ എന്താ സംഭവിക്കാം, സ്റ്റിൽ അത് സെല്ലേഴ്സ് റിസ്ക് തന്നെ ആയിരിക്കും. പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആയിട്ടില്ല, പക്ഷെ സ്റ്റിൽ അത് സെല്ലറിന്റെ റിസ്കിലായിരിക്കും. അവർ തമ്മിൽ ഒരു എഗ്രിമെന്റിന്റെ ബേസിലായിരിക്കും റിസ്ക് പാസ് ആവുന്നത്. പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ബേസിസിലല്ല, അവർ തമ്മിൽ ഒരു എഗ്രിമെന്റിന്റെ ബേസിലാണ് റിസ്കിന്റെ കാര്യമെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെന്റിൽ എന്താണോ പറയുന്നത് അത് വെച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇഫ് ഡെലിവറി ഹാസ് ബീൻ ഡിലേഡ് ആൻഡ് ഫോൾട്ട് ഓഫ് either party that the buyer or the seller, then the risk of then it is at the risk of party at fault. അപ്പം ബയർ കാരണോ അല്ലെങ്കിൽ സെല്ലർ കാരണോ ആണ് അത് ഡിലേ ആവുന്നതെങ്കിൽ, ചിലപ്പം ബയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാത്തോണ്ടാവും, അല്ലെങ്കിൽ സെല്ലർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച്. അപ്പൊ ആരുടെ കയ്യിലാണോ ഫോൾട്ട് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ പാർട്ടി അറ്റ് ഫോൾട്ട് ആ ആള് വേണം റിസ്ക് ബിയർ ചെയ്യാൻ വേണ്ടി. ഗുഡ്സ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് പാർട്ടി ഹു ഈസ് അറ്റ് ഫോൾട്ട് ഇൻ ഡിലേ ഓഫ് ഡെലിവറി. ആരുടെ കാരണം കൊണ്ടാണോ ഈ ഡെലിവറി ഡിലേ ആവുന്നത്, ഡെലിവറി നടന്നാലേ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവത്തുള്ളൂ, പൊസഷൻ ട്രാൻസ്ഫർ ആവത്തുള്ളൂ. അപ്പം ആരുടെ കാരണം കൊണ്ടാണോ ഈ ഡെലിവറി ഡിലേ ആവുന്നത് അവരായിരിക്കും ആ റിസ്ക് ബിയർ ചെയ്യേണ്ടി വരിക. അപ്പൊ വെയർ ഹൗസിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നു, ചിലപ്പം എന്തെങ്കിലും ഫ്ലഡ് ഒക്കെ വന്നു, അപ്പൊ അങ്ങനത്തെ കേസിൽ ബയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ തന്നെ ബയർ തന്നെ ബിയർ ചെയ്യേണ്ടി വരും. If there is a custom in particular trade that the risk does not pass with the property in such a case. അപ്പൊ ഈ വാറന്റി ഒക്കെ ഉള്ള കേസുകളിൽ പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അത് സെല്ലറിന്റെ റിസ്ക് തന്നെ ആയിരിക്കും. അതായത് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആയി ബട്ട് സ്റ്റിൽ അത് സെല്ലറിന്റെ റിസ്ക് തന്നെ ആയിരിക്കും. കാരണം അതാണ് ആ പർട്ടിക്കുലർ ട്രേഡിലെ കസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനത്തെ കേസുകളിലും റിസ്ക് ഡസ് നോട്ട് പാസ് വിത്ത് ദ പ്രോപ്പർട്ടി. യൂഷ്വലി റിസ്ക് പാസസ് വിത്ത് ദ പ്രോപ്പർട്ടി. പക്ഷെ ഏതൊക്കെ കേസുകളിലാണ് റിസ്ക് പ്രോപ്പർട്ടിയിലൂടെ പാസ് ആവാത്തത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. Risk and property may be separated by agreement between the parties. Seller agrees to deliver the goods at his own risk at a distant place from where they are. അപ്പൊ പ്രോപ്പർട്ടി കോൺട്രാക്ട് ഓഫ് സെയിൽ ഒക്കെ നടന്നു, പ്രോപ്പർട്ടി ഒക്കെ ട്രാൻസ്ഫർ ആവുകയും ചെയ്തു, അതുപോലെ തന്നെ പ്രൈസ് ഒക്കെ കൊടുത്തു. എന്നിട്ട് സെല്ലർ പറയാണ് ഞാൻ ഡെലിവർ ചെയ്തോളാം അറ്റ് ഹിസ് ഓൺ റിസ്ക്. സെല്ലർ എക്സ്പ്രസ്ലി പറയാണ് ഞാൻ റിസ്ക് ബിയർ ചെയ്തോളാം അറ്റ് എ ഡിസ്റ്റന്റ് പ്ലേസ് ഫ്രം വേർ ദേ ആർ. ദ ബയർ ഷാൽ അൺലെസ് അതർവൈസ് അഗ്രീഡ് ഷാൽ നോട്ട് ടേക്ക് എനി റിസ്ക് ഓഫ് ഡിറ്റീരിയോറേഷൻ ഗുഡ്സ് ഇൻസിഡന്റ് ടു ട്രാൻസിറ്റ്. അപ്പൊ ട്രാൻസിറ്റിന്റെ ഇടയ്ക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും സെല്ലർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബിയർ ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ സെല്ലറിന്റെ കൂടെ സെല്ലർ ആയിരിക്കും റിസ്ക് ബിയർ ചെയ്യേണ്ടി വരുന്നത്.
യൂഷ്വലി റിസ്ക് പാസസ് വിത്ത് ദ പ്രോപ്പർട്ടി. പക്ഷെ ഈ പറഞ്ഞ കേസുകളിൽ ഒന്നെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡെലിവറി ഡിലേ ആയി, കാരണം ഫോൾട്ട് ഓഫ് ഏതെങ്കിലും പാർട്ടിയുടെ ഫോൾട്ട് കൊണ്ട് ഡെലിവറി ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് ആ ഫോൾട്ട്, അവർ കാരണം അവരായിരിക്കും ആ റിസ്ക് ബെയർ ചെയ്യേണ്ടത്. ഇനി ആ പർട്ടിക്കുലർ കസ്റ്റം ഇൻ ദാറ്റ് പർട്ടിക്കുലർ ട്രേഡ് അങ്ങനെയാണ്, റിസ്ക് ഡസ് നോട്ട് പാസ് വിത്ത് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താണോ അവരുടെ കസ്റ്റം അതനുസരിച്ചായിരിക്കും പോകുന്നത്. ഇനി സെല്ലർ എക്സ്പ്രസ്ലി പറയുകയാണ് ഞാൻ റിസ്ക് ബിയർ ചെയ്തോളാം, ട്രാൻസിറ്റിൽ ഉണ്ടാവുന്ന എല്ലാ റിസ്ക്കും ഞാൻ ബിയർ ചെയ്തോളാം എന്നാണ് പറയുന്നതെങ്കിൽ then it will be a seller's risk. അപ്പൊ ആ കേസുകളിലൊക്കെയാണ് റിസ്ക് ഡസ് നോട്ട് പാസ് വിത്ത് പ്രോപ്പർട്ടി. Transfer of title by non-owners of goods. അപ്പം where the goods are sold by a person who is not the real owner and who does not sell them under authority. അതായത് ഏജന്റ് ഒന്നും അല്ല, ആളും അല്ല റിയൽ ഓണർ, അങ്ങനെ ഒരു അതോറിറ്റിയും കിട്ടിയിട്ടില്ല, ഓർ വിത്ത് ദ കൺസെന്റ് ഓഫ് ഓണർ, ഓണറിന്റെ കൺസെന്റും കിട്ടിയിട്ടില്ല, അതോറിറ്റിയും കിട്ടിയിട്ടില്ല, ഇയാള് റിയൽ ഓണറും അല്ല. അപ്പം അങ്ങനത്തെ കേസിൽ the buyer cannot get good title to goods unless he has purchased the goods from a person who is the owner thereof. അതായത് ടൈറ്റിൽ ഉള്ള ഒരാൾക്ക് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ളതാണ് നിയമം. അതാണ് ഈ പറയുന്നത് നെമോ ഡാറ്റ് ക്വേഡ് നോൺ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ no one can give what himself he does not have. അതായത് നമുക്കില്ലാത്തൊരു സാധനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു ഗുഡ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് ഇല്ലെങ്കിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റില്ല എന്നുള്ള കേസുകൾ. If the seller has no title, the buyer does not acquire any title, although he might have acted honestly and might have acquired the goods after due payment. This rule is to protect the real owner of goods. അപ്പൊ റിയൽ ഓണർ ഓഫ് ഗുഡ്സിന്റെ അപ്പൊ ആരെങ്കിലും ഇപ്പൊ ചിലപ്പം മോഷ്ടിച്ചോണ്ട് വന്ന ഗുഡ്സ് ഒക്കെ ആവാം, അതൊക്കെ പിന്നെ നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ ആ ബയറിന് ആരാണോ വാങ്ങുന്നത് അയാൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടില്ല എന്നുള്ളത്, അയാൾക്ക് ആ ടൈറ്റിൽ, കാരണം റിയൽ ഓണറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണിത്. അപ്പം സെല്ലറിന് ടൈറ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബയറിന് ടൈറ്റിൽ കിട്ടില്ല എന്നുള്ളത്. മേ ബി ഹി മൈറ്റ് ഹാവ് ആക്ടഡ് ഓണസ്റ്റ്ലി, ജെനുവിൻ ആണെന്ന് ആൾ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല ചിലപ്പോൾ ഇത് റിയൽ ഓണർ അല്ലാന്ന്. അപ്പം ഹി മൈറ്റ് ഹാവ് ആക്ടഡ് ഓണസ്റ്റ്ലി ആൻഡ് ഹി മൈറ്റ് പേയ്മെന്റും കൊടുത്തിട്ടുണ്ടാവും, ഹി മൈറ്റ് ഹാവ് ആക്ടഡ് ദി ഗുഡ്സ് ആഫ്റ്റർ ഡ്യൂ പേയ്മെന്റ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടില്ല, കാരണം സെല്ലറിന് ഗുഡ് ടൈറ്റിൽ ഇല്ലായിരുന്നു. He was not the real owner and he did not sell it under authority or consent of owner. കൺസെന്റും കിട്ടിയിട്ടില്ല, അതോറിറ്റിയും കിട്ടിയിട്ടില്ല, റിയൽ ഓണറും അല്ല. അങ്ങനത്തെ കേസുകളിൽ ഗുഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്കുണ്ടോ ജെനുവിൻ ട്രാൻസാക്ഷൻ ആണെന്ന് വിചാരിച്ച് ട്രാൻസാക്ഷനിൽ എൻട്രി ചെയ്ത ബയറിന് അപ്പൊ ഇതൊരു പ്രശ്നമല്ലേ, കാരണം ആൾ അറിഞ്ഞില്ല. അപ്പൊ അങ്ങനത്തെ ബയേഴ്സിനെ പ്രൊട്ടക്ട്, ഇപ്പൊ സെല്ലറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു നിയമമെങ്കിൽ ബയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ബയറിനും ആ ഒരു എക്സംഷൻ കിട്ടുന്ന കേസുകളാണ് ഈ താഴോട്ട് പറയുന്നത്. സെയിൽ ബൈ മെർക്കന്റൈൽ ഏജന്റ്, ട്രാൻസ്ഫർ ബൈ എസ്റ്റോപ്പൽ, സെയിൽ ബൈ ജോയിന്റ് ഓണേഴ്സ് ഒക്കെ. അതൊക്കെ നമുക്ക് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, ശരി. ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തിരിച്ചു വരണം.
ഓക്കെ, എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈറ്റിൽ ഇല്ലാത്ത ആളാണ് സെല്ലർ എങ്കിൽ ആ വാങ്ങുന്ന ബയറിനും ടൈറ്റിൽ ഗുഡ് ടൈറ്റിൽ കിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇതൊന്നും അറിയാതെ റിയൽ ഓണർ അല്ലാന്ന് അറിയാതെ വന്ന ബയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബയർ ഒരു ജെനുവിൻ ട്രാൻസാക്ഷൻ ആണെന്ന് വിചാരിച്ച ഈ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തത് ബയറിന് അറിയത്തില്ലായിരുന്നു ഈ സെല്ലർ അല്ലെങ്കിൽ റിയൽ ഓണർ അല്ലെന്നോ പുള്ളിക്ക് അതോറിറ്റി ഇല്ലെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ബയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ബയറുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എക്സെപ്ഷൻസ് ഇതൊക്കെ. എക്സെപ്ഷൻസ് ടു ദിസ് ഡോക്ട്രിൻ. ഏത് ഡോക്ട്രിൻ? ഇതാണ് ഡോക്ട്രിൻ. ഈ ഡോക്ട്രിൻ ഒരു exemption ആണ്. We seek to protect the interest of qualified buyers. Means sale by mercantile agent. Mercantile agent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ person who is in possession of goods or documents of title to goods in his capacity as a mercantile agent with the consent of owner. അപ്പോൾ mercantile agent ആയിരുന്നു. mercantile agent നമ്മൾ പറഞ്ഞായിരുന്നു ഗുഡ്സിലൊക്കെ ഡീൽ ചെയ്യുന്ന ആളാണ്. ആൻഡ് he is in possession of goods with the consent of owner. ഓണർ ഓൾറെഡി അതിന്റെ റിയൽ ഓണർ ഓൾറെഡി ഈ ഏജന്റിനെ ഏൽപ്പിച്ചേക്കാം. അങ്ങനത്തെ കേസിൽ he must sell the goods while acting in ordinary course of business. ട്രാൻസാക്ഷൻ നടക്കുന്നെങ്കിൽ buyer acted in good faith without having any notice at the time of contract that the mercantile agent has no authority to sell the goods. Buyer good faithലാണ്. അതുപോലെ തന്നെ he had no notice that mercantile agent had no authority to sell. അപ്പം ഇങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു അറിവില്ലായിരുന്നു, ബയറിന് ഒരു അറിവില്ലായിരുന്നു. ഹി ഹാഡ് നോ ഈ ഓണറിന് അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന ഈ ആൾക്ക് സെല്ലർ ബയർ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ റിയൽ ഓണർ ആണ്. നമ്മൾ ഒരിക്കലും ഒരു കടയിൽ പോയി ചെന്നിട്ട് താങ്കൾ തന്നെയാണോ ഇതിന്റെ റിയൽ ഓണർ, തനിക്ക് ഇത് അതോറിറ്റി ഉണ്ടോ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ ബയർ ആണ് ആക്ട് ചെയ്തത്. ബയറിന് ഒരു നോട്ടീസും ഇല്ലായിരുന്നു അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട്. ദ മെർക്കന്റൈൽ ഏജന്റ് ഹാസ് നോ അതോറിറ്റി ടു സെൽ. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ഏതൊക്കെ കേസുകളിൽ? ഫസ്റ്റ് വൺ, ഇപ്പം ഇതിന് എക്സെപ്ഷൻ ഈ ഡോക്ട്രിൻ ഓഫ് നിമോഡാറ്റ് നോ ഹാബിറ്റിന്റെ എക്സെപ്ഷൻസ് ആയി പറയുന്നത്. അപ്പൊ സെയിൽ ബൈ മെർക്കന്റൈൽ ഏജന്റ് ആണ് ഫസ്റ്റ് എക്സെപ്ഷൻ. മെർക്കന്റൈൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്യുന്ന ആള്. അപ്പൊ കൺസെന്റ് ഓഫ് ഓണർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബയർ ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹി ഹാഡ് നോ നോട്ടീസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ദാറ്റ് മെർക്കന്റൈൽ ഏജന്റ് ഹാഡ് നോ അതോറിറ്റി ടു സെൽ. അപ്പൊ അതാണ് ഫസ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. എസ്റ്റോപ്പൽ നമ്മൾ ഇന്നലെയും കണ്ടായിരുന്നു. അതിനകത്ത് വൺസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് സെറ്റ് ആണെങ്കിൽ അഗെയിൻ ഇനി അത് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു കാര്യം സമ്മതിച്ചു കഴിഞ്ഞാൽ വൺ സെറ്റ് കനോട്ട് ബി ഡിനൈഡ്. അതാണ് എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. ഒരിക്കലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റിയൽ ഓണർ മേ ലീവ് ദ ബയേഴ്സ് ബൈ വെർച്യൂ ഓഫ് ഹിസ് കണ്ടക്ട് ഓർ വേർഡ്സ് ഓർ ബൈ ആക്ട്സ് ടു ബിലീവ് ദാറ്റ് ദി സെല്ലർ ഈസ് ഓണർ ഓഫ് ഗുഡ്സ്. അപ്പൊ റിയൽ ഓണറിന്റെ അറിവോടുകൂടി റിയൽ ഓണറിന്റെ നേരത്തെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആള് ഈ സെല്ല് ചെയ്യുന്ന ആള് റിയൽ ഓണർ ആണെന്നുള്ള രീതിയിലാണ് ആ റിയൽ ഓണർ ആക്ട് ചെയ്തത്. അതായത് ഈ സെല്ല് ചെയ്യുന്ന ആൾക്ക് അതോറിറ്റി ഉണ്ട് സെല്ല് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ റിയൽ ഓണറിന്റെ ആക്ഷൻ അല്ലെങ്കിൽ കണ്ടക്ട് ബൈ വേർഡ്സ് ആവാം, അല്ലെങ്കിൽ പുള്ളി അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഒന്നും റെസിസ്റ്റ് ചെയ്യുന്നില്ല. ആ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് റിയൽ ഓണറും അവിടെ ഉണ്ട്, സെല്ലറും അവിടെ ഉണ്ട്. ഇനി സെല്ലർ സെല്ല് ചെയ്യുന്ന സമയത്ത് ഈ റിയൽ ഓണർ റെസിസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ആക്ഷൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ അല്ലെങ്കിൽ അതോറിറ്റി ടു സെൽ അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നീട് ആ സെല്ലറിന് വന്നിട്ട് ആ റിയൽ ഓണറിന് വന്നിട്ട് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബയർ ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ബയർ ഹാഡ് നോ നോട്ടീസ് ദാറ്റ് person selling the goods had no other sell. അപ്പം ട്രാൻസ്ഫർ ബൈ എസ്റ്റോപ്പലും ഒരു എക്സെപ്ഷൻ ടു ദ ഡോക്ട്രിൻ ആണ്. റിയൽ ഓണർ മേ ലീവ് ദ ബയേഴ്സ് ബൈ വേർച്യൂ ഒന്നെങ്കിൽ കണ്ടക്ട് വഴിയോ അല്ലെങ്കിൽ വേർഡ്സ് ബൈ ആക്ഷൻ ടു ബിലീവ് ദാറ്റ് ദ സെല്ലർ ഈസ് ദ ഓണർ ഓഫ് ഗുഡ് ഓർ ഹി ഹാസ് അതോറിറ്റി ടു സെൽ ദം. ഇൻ സച്ച് കേസ് ഹി മേ നോട്ട് ദെയർ ആഫ്റ്റർ ഡിനൈ ദാറ്റ് ദ സെല്ലർ ഈസ് അതോറിറ്റി. പിന്നെ അത് കഴിഞ്ഞ് അന്നേരം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്നേരം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാം ഈ സെല്ലറിന് സെല് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടെന്നുള്ള രീതിയിലാണ് പുള്ളി പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ അത് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. അത് റിയൽ ഓണർ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ അല്ലാതെ റെസിസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അന്നേരം സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ പുള്ളിയുടെ ആക്ഷൻ വേർഡ്സ് ഒക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ പുള്ളിക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സെയിൽ ബൈ മെർക്കന്റൈൽ ഏജന്റ്, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. ഇനി സെയിൽ ബൈ ജോയിന്റ് ഓണർ. ജോയിന്റ് ഓണർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് റൈറ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഗുഡ്സ് ആണ്. അപ്പൊ വൺ ഓഫ് ദ സെവറൽ ഓണേഴ്സ് മസ്റ്റ് ബി ഇൻ സോൾ പൊസഷൻ ഓഫ് ഗുഡ്സ്. അപ്പൊ അതിനകത്ത് ഒരാൾ മാത്രമായിട്ട് എടുത്ത് സെല് ചെയ്യുമ്പോഴത്തെ കേസ് എടുക്കുന്നത്. അപ്പൊ ഒരാളുടെ കയ്യിലാണ് ഈ ഗുഡ്സ്, ഒരാൾ മാത്രമാണ്. ഇപ്പൊ ഒരുപാട് ഓണേഴ്സ് ഉണ്ടെങ്കിലും ഒരാളുടെ കയ്യിലാണ് ഈ ഗുഡ്സ് ഇരിക്കുന്നതെങ്കിൽ ജോയിന്റ് ഓണറിന് ബാക്കി ഓണേഴ്സിന്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ
and buyer have no notice regarding the matter that is had no authority to sell. അങ്ങനത്തെ കേസുകളാണെങ്കിലും ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും. അപ്പൊ ആദ്യത്തെ മെർക്കന്റൈൽ ഏജന്റ് സെൽ ചെയ്യുകയാണെങ്കിലും ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും. സെയിൽ ബൈ എസ്റ്റോപ്പൽ അങ്ങനത്തെ കേസുകളിലാണ് റിയൽ ഓണർ രജിസ്റ്റർ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അന്നേരം ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും. അതുപോലെ തന്നെ ഒരു ജോയിന്റ് ഓണർ, ഒരുപാട് പേർക്ക് ഓണർഷിപ്പ് ഉള്ള ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ജോയിന്റ് ഓണർ എടുത്തിട്ടുണ്ടെങ്കിൽ and the buyer had acted in good faith and buyer had no notice that the seller had no authority to sell. ഗുഡ് ഫെയ്ത്തിലാണ് ആക്ട് ചെയ്തത്, ഒരു സംശയവുമില്ല ഈ സെല്ലറിന് ശരിക്കും അതോറിറ്റി ഉണ്ടോ സെല് ചെയ്യാൻ എന്നുള്ള ഒരു സംശയമൊന്നും തോന്നാത്ത സാഹചര്യം ആണെങ്കിൽ ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും. ഒരുപാട് പേർ മറ്റേ ഓണേഴ്സിന്റെ ഒക്കെ കൺസെന്റ് അവിടെ കിട്ടിയിട്ടുണ്ടാവണം. ഒരാളാണ് ഈ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിലും ബാക്കി എല്ലാ ഓണേഴ്സിന്റെ കൺസെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബയർ വിൽ ഗെറ്റ് ഗുഡ് ടൈറ്റിൽ ടു ദ ഗുഡ്സ്. അതാണ് തേർഡ് എക്സെപ്ഷൻ. ഇനി സെയിൽ ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് ഉള്ളതിൽ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് വോയിഡ് ആക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റ്റേക്ക്, അതുവഴിയൊക്കെയാണ് ഒരു പാർട്ടി ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പാർട്ടിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്ട് മൊത്തത്തിൽ വോയിഡ് ആക്കാൻ പറ്റും. അതാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ വോയിഡബിൾ കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ കൈവശം ഇരിക്കുന്ന സാധനം, അപ്പൊ ഒരു പൊസഷൻ ഓഫ് ഗുഡ്സ് ഉണ്ട് വോയിഡബിൾ കോൺട്രാക്ടിന്റെ അണ്ടറിൽ. അങ്ങനെ ഈ ഏതെങ്കിലും ഒരു പാർട്ടി പുതിയ ഒരാൾക്ക് സെല് ചെയ്യുകയാണ്. അപ്പം സെല്ലർ എന്ന് പറയുന്ന ഓൾറെഡി വോയിഡബിൾ കോൺട്രാക്റ്റില് പൊസഷനിലുള്ള ആളാണ്, സാധനം കയ്യിലുള്ള ആളാണ്. ഈ സെല്ലറുടെ അടുത്ത് പുതിയ ഒരാൾക്ക് റീസെല് ചെയ്യുകയാണ്. റീസെൽ എന്നല്ല, അങ്ങനെ പൊസഷനുള്ള ആളാണ്. ആ ആള് പുതിയ ഒരാൾക്ക് ഇത് സെല് ചെയ്യുകയാണെങ്കിൽ ബയർ ഷുഡ് പർച്ചേസ് ദ ഗുഡ്സ്. ഇനി ബയർ ഗുഡ് ഫെയ്ത്തിലാണ് വാങ്ങുന്നതെങ്കിൽ ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ഓഫ് സെല്ലേഴ്സ് ഡിഫക്റ്റീവ് ടൈറ്റിൽ, ഇങ്ങനെ വോയിഡബിൾ കോൺട്രാക്ട് ആണെന്നോ ഡിഫക്റ്റീവ് ടൈറ്റിൽ ഉണ്ടെന്നോ ഈ രണ്ട് പാർട്ടീസ് തമ്മിൽ പ്രശ്നമുണ്ടെന്നോ ഒന്നും അറിയാതെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ബയർ, അപ്പൊ ആ ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും. അല്ലാതെ ഈ വോയിഡബിൾ കോൺട്രാക്ട് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ബയർ ഇതൊന്നും അറിയുന്നില്ല, ബിക്കോസ് ഹി ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹി ഹാഡ് നോ നോട്ടീസ് ആൻഡ് ദ സെല്ലർ ഹാസ് നോ അതോറിറ്റി ടു സെൽ, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ടൈറ്റിൽ ആണെന്നോ വോയിഡബിൾ കോൺട്രാക്ട് ആണെന്നോ ഒന്നും ഈ ബയറിന് അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും. ഇനി സെയിൽ ബയേഴ്സ് ഇൻ പൊസിഷൻ ആഫ്റ്റർ സെയിൽ. അപ്പം ഓൾറെഡി സെയിൽ അവിടെ നടന്നു, പക്ഷെ സെല്ലറിന്റെ കയ്യിലാണ് വേറൊരാളുടെ, അതായത് where a person has sold goods but he continues to be in possession of goods or document to title to goods, he may sell it to a third person. അതായത് ഓൾറെഡി ഒരു ആളുമായിട്ട് സെയിൽ ഒക്കെ നടന്നതാണ്, ബട്ട് സ്റ്റിൽ ആ ഗുഡ്സ് സെല്ലറിന്റെ പൊസിഷനിലാണ്. അപ്പൊ ഈ സെല്ലർ എടുത്ത് വേറൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പോഴും വിൽക്കുന്ന ആൾ അറിയുന്നില്ല പുതിയ നേരത്തെ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഈ ഓൾറെഡി ട്രാൻസാക്ഷൻ നടന്നിട്ട് ഇത് സെല്ലറിന്റെ പൊസിഷൻ ഓൾറെഡി ഇരിക്കുകയാണെന്നൊന്നും പുതിയതായിട്ട് വരുന്ന ബയർ അറിയുന്നില്ല. നേരത്തെ ഒരു ബയർ ഉണ്ടായിരുന്നു എന്നൊന്നും അറിയുന്നില്ല. അപ്പം ബയർ ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹി ഹാഡ് നോ നോട്ടീസ് ഓഫ് ദാറ്റ് സെല്ലർ ഹാഡ് ഓൾറെഡി ട്രാൻസാക്ടഡ് എ സെയിൽ അറിയാതെ വന്ന് വാങ്ങുന്ന ഒരാൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും. അപ്പൊ ഓൾറെഡി അവിടെ ഒരു ബയർ നേരത്തെ ആ ട്രാൻസാക്ഷൻ പക്ഷെ അപ്പൊ സെല്ലർ ബയർ ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്തിലാണ് ഇങ്ങനെ പ്രയർ നോട്ടീസ്. അങ്ങനത്തെ കേസുകളിലും ജെന്യുവിൻ ആയിട്ടുള്ള ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും. ഇനി സെയിൽ ബൈ ബയർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ. അപ്പൊ ഒരു സെയിൽ നടന്നു, ബയറിന് ആദ്യം സെല്ലറിന്റെ കയ്യിലായിരുന്നു പൊസിഷൻ, ഇനി ബയറിന്റെ കയ്യിൽ പൊസിഷൻ കിട്ടി. വിത്ത് ദ കൺസെന്റ് ഓഫ് സെല്ലർ ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ഓർ ഡോക്യുമെന്റ്സ് ഹി ക്യാൻ റീസെൽ ദ ഗുഡ്സ്. പിന്നെ ഈ ബയർ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യം പ്രൊസീജിയർ പേയ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ പെൻഡിങ് ആണെങ്കിൽ കൂടെ കൺസെന്റ് ഓഫ് ഓണർ ഉണ്ടെങ്കിൽ ഈ ബയറിന് വേറൊരാൾക്ക് റീസെൽ ചെയ്യാം ഈ സാധനം, കൺസെന്റ് ഓഫ് ഓണർ ഓൾറെഡി ഉണ്ടെങ്കിൽ. അപ്പൊ പുതിയതായിട്ട് വരുന്ന ബയറും ഗുഡ് ഫെയ്ത്തിലാണ് ആക്ട് ചെയ്യുന്നത്, പുതിയ നോട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, നോട്ടീസ് ഇങ്ങനെ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് പെൻഡിങ് ആണ് അങ്ങനൊന്നും അറിയാതെ വന്ന ഒരാളാണ് പുതിയതായിട്ട് ഈ സാധനം വാങ്ങുന്നതെങ്കിൽ ആൾക്കും ഗുഡ് ടൈറ്റിൽ കിട്ടും. അപ്പൊ ആദ്യം സെല്ലറിന്റെ കയ്യിലാണ് ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഓൾറെഡി അവിടെ നടന്നു, എന്നിട്ട് സെല്ലറിന്റെ കയ്യിലാണ് പൊസിഷൻ. ഈ സെല്ലർ പിന്നെ പുതിയൊരു ബയറിനെ കാണുമ്പോഴത്തേക്ക് പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും, കാരണം ബയർ ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇനി അതുപോലെ തന്നെ ഈ ബയറിന്റെ കയ്യിലാണ് പൊസിഷൻ, അവിടെ എന്തെങ്കിലുമൊക്കെ പേയ്മെന്റ് എന്തെങ്കിലും പെൻഡിങ് ആണെന്നൊക്കെ ഇരിക്കട്ടെ. അപ്പൊ ഈ ഓൾറെഡി ആദ്യമുള്ള ഫസ്റ്റ് സെല്ലറിന്റെ കയ്യിൽ നിന്ന് കൺസെന്റും കിട്ടിയിട്ടുണ്ട് ഈ ബയറിന്, ഈ റീസെല് ചെയ്യാൻ ഒരു അതോറിറ്റിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റീസെല് ചെയ്യുമ്പോൾ ആ ആൾക്ക് പുതിയ ബയറിന് ടൈറ്റിൽ ടു ദ ഗുഡ്സ് കിട്ടും. ഇനി സെയിൽ ബൈ ആൻ അൺപെയ്ഡ് സെല്ലർ. അപ്പൊ ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നു, പക്ഷേ സെല്ലർ സ്റ്റിൽ അൺപെയ്ഡ് ആണ്.
ഇതൊന്നും കിട്ടിയിട്ടില്ല, പേയ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ കേസിൽ ഇത് അൺപെയ്ഡ് സെല്ലർ ഹാസ് എക്സസൈസ് റൈറ്റ് ടു ഇല്ല. അപ്പൊ ആ പേയ്മെന്റ് കിട്ടുന്നവരെ റിട്ടേൺ ചെയ്തേക്കാണ്, റൈറ്റ് ടു ലീവ് എക്സസൈസ് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റ് അങ്ങനെ ഇതൊക്കെ ചെയ്തേക്കാണ്. അപ്പൊ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടക്കുകയാണ്, അതിന്റെ ഇടയ്ക്കാണ് അറിയുന്നത് ഈ ബയറിന് കാശൊന്നും തരാൻ ഉദ്ദേശമില്ല എന്ന് അറിയുമ്പോഴത്തേക്ക് സെല്ലർ പിന്നെ ആ സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റ് അങ്ങനെ താഴോട്ട് വരുമ്പോൾ അതുണ്ട്, ട്രാൻസിറ്റ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യുക, അത് റൈറ്റ് ടു ലീൻ എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അൺപെയ്ഡ് സെല്ലറിന് പുതിയൊരാൾക്ക് അത് റീസെൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആൾക്കും നേരത്തെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഒക്കെ നടന്നത് ഒന്നും അറിയാതെ വരുന്ന പുതിയൊരു ബയർ, ആ ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും as against the original buyer, even though the resale is not justified under the circumstances. അൺപെയ്ഡ് ആയതുകൊണ്ട് പുതിയൊരു ബയർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സെല്ലർ റീസെല് ചെയ്യുകയാണ്. അപ്പൊ അത് ഇനി വരുന്ന ആ ബയറിന്, ഒറിജിനൽ ബയർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുക തന്നെ, പുതിയൊരു ബയർ വന്നു. അപ്പൊ ഈ അൺപെയ്ഡ് സെല്ലർ പുതിയ ബയറിന് അത് സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ആ ബയറിന് ഗുഡ് ആയിട്ട്. ഈ കേസുകളിലൊക്കെ സെല് ചെയ്യുന്ന ആൾക്ക് ഓണർഷിപ്പ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സെല് ചെയ്യുന്ന ആൾക്ക് ഗുഡ് ടൈറ്റിൽ ഇല്ലെങ്കിലും ബൈ ചെയ്യുന്ന ആൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും. നോർമലി ഓണർഷിപ്പ് ഉള്ള പ്രോപ്പർട്ടി ആ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ ഈ കേസുകളിൽ റിയൽ ഓണർ അല്ലെങ്കിലും ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഇല്ലെങ്കിലും പുതിയതായിട്ട് വരുന്ന ആ ബയർ ഗുഡ് ഫെയ്ത്തിലാണ്, ആൻഡ് ഹി ഹാഡ് നോ നോട്ടീസ് റിഗാർഡിംഗ് ദ മാറ്റർ ദാറ്റ് സെല്ലർ ഹാഡ് നോ അതോറിറ്റി ടു സെൽ. അപ്പൊ അങ്ങനത്തെ കേസുകളിലാണെങ്കിൽ ആ പുതിയ ബയറിനും ഗുഡ് ടൈറ്റിൽ കിട്ടുന്നതാണ്. അതാണ് എക്സെംഷൻസ് ടു ദ ഡോക്ട്രിൻ. ഇനി കണ്ടീഷൻസും വാറന്റി എന്താന്നുള്ളത്. കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പൊ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ടിന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു എലമെന്റ്, അതിനെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രീച്ച് ഓഫ് വിച്ച് ഗിവ്സ് റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട്. അപ്പൊ ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ, ഭയങ്കര എസെൻഷ്യൽ ഐറ്റം ഓഫ് കോൺട്രാക്ട് ആണ്, ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ കോൺട്രാക്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ബ്രീച്ച് ഓഫ് വിച്ച് ഗിവ്സ് റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട് ഇസ് റെപ്യൂഡിയേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ആ കോൺട്രാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആ കോൺട്രാക്ട് തന്നെ റിജക്ട് ചെയ്യാം, കാരണം അതിന്റെ മെയിൻ എലമെന്റ് മിസ്സിംഗ് ആണ്. കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. ആ കോൺട്രാക്ടിന്റെ തന്നെ മെയിൻ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ, അതിന്റെ മെയിൻ എലമെന്റ് മിസ്സിംഗ് ആണെങ്കിൽ പിന്നെ ആ കോൺട്രാക്ട് തന്നെ നിലനിൽക്കത്തില്ല. അതിനെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റത്തിനെയാണ്, ആ എലമെന്റിനെയാണ്, അങ്ങനെ ഒരു സ്റ്റിപ്പുലേഷനെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് സ്റ്റിപ്പുലേഷൻ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. മെയിൻ പർപ്പസ് വേറെയാണ്, അതിന് യോജിച്ച് അതിനൊരു സെക്യൂരിറ്റി ആയിട്ടോ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്റ്റിപ്പുലേഷൻ ആണ്, അല്ലെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു എലമെന്റ് ആണെങ്കിൽ മെയിൻ പർപ്പസ് വേറെയാണ്. അതിനെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലോ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ ഉള്ള ഒരു സ്റ്റിപ്പുലേഷൻ ആണ്. അങ്ങനെ ഒരു ലൈൻ ആണെങ്കിൽ വാറന്റി. Breach of which gives rise to claim for damages but no. അപ്പം ഗുഡ്സ് റിജക്റ്റ് ആവുക, കോൺട്രാക്ട് മിസ് ചെയ്യുക ഒന്നും നടക്കത്തില്ല, പക്ഷെ ഡാമേജസ് ക്ലെയിം ചെയ്യാം. അപ്പം വാറന്റി സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡാമേജസ് ക്ലെയിം ചെയ്യാം. ഇനി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അവിടെ റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട് ഇസ് റെപ്യൂഡിയേറ്റഡ്, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ആണ്. ഇവിടെ റൈറ്റ് ടു ക്ലെയിം ഡാമേജസ് ആണ്. വാറന്റി സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, കൊളാറ്ററൽ ആ സെക്യൂരിറ്റി ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാനാണ് പറ്റുന്നത്. And in condition, first definition that is stipulation which is essential to the main purpose of the contract. Warranty is a stipulation which is collateral to the main purpose of the contract. ഇനി agreed party ഏതാണോ അത് suffered party may repudiate the contract of sale. ആ കോൺട്രാക്ട് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ agreed partyക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. He can claim damages. Breach of condition may be treated as breach of warranty. ഇപ്പൊ ഇനി അഗ്രീഡ് പാർട്ടി പറയാണ് ഈ കോൺട്രാക്ട് ഒന്നും ക്യാൻസൽ ചെയ്യണ്ട, എനിക്ക് ഡാമേജസ് മാത്രം തന്നാൽ മതി. അതായത് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ബ്രീച്ച് ഓഫ് വാറന്റി ആയിട്ട് ട്രീറ്റ് ചെയ്തോളാം എന്ന് അഗ്രീഡ് പാർട്ടി തന്നെ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ ആ കോൺട്രാക്ട് എക്സിസ്റ്റ് ചെയ്യും. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ശരിക്കും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് നടക്കേണ്ടത്. പക്ഷെ അഗ്രീഡ് പാർട്ടി തന്നെ ചൂസ് ചെയ്യാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വേണ്ട, ഈ കോൺട്രാക്ട് ഇങ്ങനെ തന്നെ നടന്നോട്ടെ, എനിക്ക് ഡാമേജസ് മാത്രം മതി, ഡാമേജസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ മതി. അങ്ങനത്തെ കേസുകളാണെങ്കിൽ
ബ്രീച്ച് ഓഫ് കണ്ടീഷൻ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാണ്? ബ്രീച്ച് ഓഫ് വാറന്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ ബ്രീച്ച് ഓഫ് വാറന്റി കാനോട്ട് ബി തിരിച്ചു വെച്ചാൽ പറ്റത്തില്ല. ബ്രീച്ച് ഓഫ് വാറന്റി ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ അഗ്രീഡ് പാർട്ടി ചൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ വേണമെങ്കിൽ ബ്രീച്ച് ഓഫ് വാറന്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും റെമഡീസ് അവൈലബിൾ ടു ദ ബയർ ഫോർ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. അപ്പൊ മെയിൻ എലമെന്റ് തന്നെ മിസ്സിംഗ് ആണ്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ബയറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബയർ മേ ക്ലെയിം റീഫണ്ട് ഓഫ് പ്രൈസ് ആൻഡ് റിജക്ട് ദ ഗുഡ്സ്. ഗുഡ്സ് റിജക്ട് ചെയ്യാം, റീഫണ്ട് ക്ലെയിം ചെയ്യാം. ബ്രീച്ച് ഓഫ് കണ്ടീഷൻ, ബയർ മേ എലക്ട് ടു ട്രീറ്റ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആസ് ബ്രീച്ച് ഓഫ് വാറന്റി ആൻഡ് ക്ലെയിം ഡാമേജസ് ഓർ കോമ്പൻസേഷൻ. ഒന്നെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കണ്ടീഷനെ ഞാൻ ബ്രീച്ച് ഓഫ് വാറന്റി ആയിട്ട് ട്രീറ്റ് ചെയ്തോളാം, അപ്പൊ എനിക്ക് ഡാമേജസ് തരണം, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. When the affected party treat breach of condition as the breach of warranty, he cannot repudiate the contract but to claim damages only. Breach of condition and breach of warranty ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഡാമേജസ് ക്ലെയിം ചെയ്യാനേ പറ്റത്തുള്ളൂ. കോൺട്രാക്ട് ക്യാൻസൽ ആവുന്നില്ല, കോൺട്രാക്ട് അവിടെ റിപ്യൂഡിയേറ്റ് ആവുന്നില്ല. നോ റെമഡീസ് അവൈലബിൾ ഇൻ ഫുൾഫിൽമെന്റ് ഓഫ് കണ്ടീഷൻ ഇസ് എക്സ്ക്യൂസ്ഡ് ബൈ ലോ ബൈ മീൻസ് ഓഫ് ഇമ്പോസിബിലിറ്റി ഓർ അതർവൈസ്. അതായത് ലീഗലി ഇപ്പൊ നമ്മൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് സർക്കംസ്റ്റാൻസ് അല്ല, കുറച്ച് കഴിയുമ്പോൾ ഗവൺമെന്റ് ബാൻ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ലീഗൽ കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ആ കോൺട്രാക്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണെങ്കിൽ അവിടെ റെമഡി ഒന്നും അവൈലബിൾ ഇല്ല. നോ റെമഡീസ് അവൈലബിൾ വെൻ ഫുൾഫിൽമെന്റ് ഓഫ് കണ്ടീഷൻ ഈസ് എക്സ്ക്യൂസ്ഡ് ബൈ ലോ ബൈ മീൻസ് ഓഫ് ഇമ്പോസിബിലിറ്റി. ചിലപ്പം ലോ എൻഫോഴ്സ്മെന്റ് കൊണ്ട് ബാൻ ചെയ്യുക അല്ലെങ്കിൽ ലോ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ കാരണം ആണ് ആ പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ പിന്നെ അവിടെ റെമഡി ഒന്നുമില്ല. അല്ലാത്ത പക്ഷം റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, ഗുഡ്സ് റിജക്ട് ചെയ്യാൻ പറ്റും. He may choose the breach of warranty as a breach of condition as a breach of warranty and claim damages. അല്ലെങ്കിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ കോൺട്രാക്ട് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇതൊക്കെ ചെയ്യാനും പറ്റും. ഇനി കോൺസിക്വൻസസ് ഓഫ് ബ്രീച്ച് ഓഫ് വാറന്റി. ഇപ്പൊ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ. ഈ ബ്രീച്ച് ഓഫ് വാറന്റി ആണെങ്കിൽ can claim for damages but not reject goods. റിജക്ട് ചെയ്യും കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ നടക്കുമ്പോഴാണ്. ഡാമേജ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. For damages, no remedies available to fulfillment of warranty becomes impossible by. ഇനി impossible by law, ലീഗൽ കാര്യങ്ങളൊക്കെ കൊണ്ടാണെങ്കിൽ ഇവിടെ റെമഡി ഇല്ല, ഇവിടെ റെമഡി ഇല്ല. രണ്ട് കേസുകളിൽ റെമഡി ഒന്നും ഇല്ല. ഇനി ഇംപ്ലൈഡ് കണ്ടീഷൻ, നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇംപ്ലൈഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. നമ്മളൊരു കോൺട്രാക്ട് ഓഫ് സെയിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എക്സ്പ്രസ്ലി അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലെങ്കിലും ഇംപ്ലൈഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. കണ്ടീഷൻ ആസ് എ ടൈറ്റിൽ. ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഹി ഹാസ് റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. ദാറ്റ് ഇൻ കേസ് ഓഫ് എഗ്രിമെന്റ് ടു സെൽ ഹി വിൽ ഹാവ് ദ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. അപ്പൊ ഒന്നെങ്കിൽ കോൺട്രാക്ട് ടു സെയിൽ അല്ലെങ്കിൽ എഗ്രിമെന്റ് ടു സെൽ. എഗ്രിമെന്റ് ടു സെല്ലിനകത്ത് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. അപ്പൊ നമ്മുടെ അസംഷൻ ആണ്, ബയറായിട്ട് വരുന്ന ഒരാൾ അസ്യൂം ചെയ്യണം, ഓക്കെ ഈ സെല്ലറിന് സെൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഈ സെല്ലറിന്റെ ടൈറ്റിൽ ഗുഡ് ആണെന്നുള്ള നമ്മള് ഞാൻ പറഞ്ഞ ഒരിക്കലും എടുത്തിട്ട് നിങ്ങൾ തന്നെയാണോ ഇന്റർവ്യൂ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഇതിന്റെ ടൈറ്റിൽ ഉണ്ടോ എന്ന് എടുത്തെടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. കാരണം ഒരു അസംഷൻ, ഇംപ്ലൈഡ് കണ്ടീഷൻ തന്നെ ഉണ്ട് അവിടെ. കാരണം ഇയാൾക്ക് സെൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ള അല്ലെങ്കിൽ ഇയാളുടെ ടൈറ്റിൽ ഗുഡ് ആണെന്നൊരു അസംഷൻ ഉണ്ട്. അതൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ ആണ് അവിടെ. കണ്ടീഷൻ ടൈറ്റിൽ ആൾക്ക് റിയൽ ഓണർഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇത് സെല് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടെന്നുള്ളത്. ഇനി സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ എന്തെങ്കിലും ഗുഡ്സ് ഒരു ഡിസ്ക്രിപ്ഷൻ വഴിയാണ്, ഇപ്പൊ പറയുകയാണെങ്കിൽ MP ഡെറാഡൂൺ റൈസ് അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ അങ്ങനത്തെ കേസിൽ ഒരു ഡിസ്ക്രിപ്ഷൻ അവർ പറയുന്നുണ്ടല്ലോ, ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇന്ന സ്റ്റേറ്റിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇംപ്ലൈഡ് ഡിസ്ക്രിപ്ഷൻ അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ ദർ ഇസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ഗുഡ്സ് ആർ കറസ്പോണ്ട് വിത്ത് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഈ ഡിസ്ക്രിപ്ഷൻ പറയും കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ കാശ്മീരി അവിടുന്ന് വരുന്ന ആ ചില്ലീസ് ഉപയോഗിച്ച് തന്നെ ആണെങ്കിൽ, MP ആട്ടയാണെങ്കിൽ അവിടുത്തെ വീറ്റ് യൂസ് ചെയ്യുകയാണ്, അങ്ങനത്തെ ഒരു ഓൾറെഡി അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. ഈ ഡിസ്ക്രിപ്ഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് പിന്നെ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബയർ ഓൾറെഡി വിശ്വസിക്കുകയാണ് ഇത് അവിടുന്ന് തന്നെ ആണെന്നുള്ളത്. അപ്പം അതൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ ആണ്. ഒരു സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ആ ഗുഡ്സ് ഒക്കെ ആ ഡിസ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവിടെ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇനി കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. നമ്മളൊരു സാധനം വാങ്ങും, അതിന്റെ ക്വാളിറ്റി ഓർ ഫിറ്റ്നസിന് എന്താണ് അതിനകത്തുള്ള ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണെന്നുള്ളത്. ബയർ ഈസ് സപ്പോസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ഹി പർച്ചേസ്ഡ് ആൻഡ് ഈസ് ടു ബി ചാർജ് വിത്ത് റെസ്പോൺസിബിലിറ്റി സെയിങ് ദാറ്റ് ദ ഗുഡ്സ് യൂസ്ഡ് അതായത് ബയറിന്റെ ആവശ്യം എന്താണെന്ന് ബയർ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ബയർ തന്നെ
റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഇത് എന്റെ പേർപ്പസ് മീറ്റ് ചെയ്യും. അപ്പം ബയർ തന്നെ സാറ്റിസ്ഫൈ ചെയ്യണം ഈ ഗുഡ്സ് എന്റെ പേർപ്പസ് മീറ്റ് ചെയ്യും. അതിന് പറ്റിയ ക്വാളിറ്റി തന്നെയാണോ, അതിന് ഫിറ്റ് ആണോ ഈ പ്രോഡക്റ്റ് എന്നുള്ളത് ബയർ തന്നെ യൂഷ്വലി ചെയ്യേണ്ടതാണ്. If the goods turn out not to be turn out to be as per the purpose, the seller cannot be asked to compensate. ഇപ്പം ബയറിന് ആ പർപ്പസ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെല്ലറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബയറിനെ അറിയത്തുള്ളൂ ബയറിന് വേണ്ട പർപ്പസ് എന്താണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഗുഡ്സ് വാങ്ങുന്നത് എന്നുള്ളത് ബയറിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ പർച്ചേസ് ചെയ്യുന്ന സാധനം എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റും എന്നുള്ളത് ബയർ നോക്കി കണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ എന്നിട്ട് പിന്നെ സെല്ലറിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് യൂഷ്വൽ റൂൾ. അതായത് കവേറ്റ് എംപ്റ്റർ എന്ന് പറയും. ലെറ്റ് ദ ബയർ ബിവയർ. പിന്നെ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് വന്നാലോ, പിന്നെ നമ്മുടെ പേർപ്പസിന് അത് മീറ്റ് ചെയ്തില്ലെങ്കിലോ, അത് ഫിറ്റ് ആയില്ലെങ്കിലോ എല്ലാം ബയർ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ എന്നുള്ളതാണ് റൂൾ ഓഫ് കവേറ്റ് എംപ്റ്റർ. പക്ഷെ അതിനുമുണ്ട് ചില എക്സെപ്ഷൻ. യൂഷ്വലി ബയർ തന്നെയാണ് റെസ്പോൺസിബിൾ. അതായത് കവേറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ദ ബയർ ബിവെയർ. ബയറിന്റെ ഇതിൽ വരുന്നതാണ് ആ ക്വാളിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ഫിറ്റ്നസ്. കാരണം പർപ്പസിന് വേണ്ടി കറക്റ്റ് പർപ്പസ് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ബയറിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം യൂഷ്വലി ബയറിനാണ് റെസ്പോൺസിബിൾ. പക്ഷെ അതിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. And the buyer expressly or by implication make it known to the seller that the particular purpose for which goods are required. അപ്പൊ നമുക്ക് വലിയ ഐഡിയ ഒന്നും ബയറിന് വലിയ ഐഡിയ ഒന്നും ഇല്ല. സെല്ലറിനോട് പറയാണ് ഇതാണ് എനിക്ക് എന്റെ ആവശ്യമുള്ള പർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ബയർ റിലേസ് ഓൺ സെല്ലർ സ്കിൽ ഓർ ജഡ്ജ്മെന്റ്. എന്നിട്ട് ബയർ സെല്ലറിനോട് ആവശ്യപ്പെടുകയാണ് സെല്ലറിന്റെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ സ്കില്ല് എക്സസൈസ് റിലേ ചെയ്യുന്നുണ്ടെങ്കിൽ there is an implied condition that the goods shall be reasonably be fit for such purpose. അപ്പം ബയർ സെല്ലറിനോട് പറയാം എനിക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സാധനം വേണ്ടത്, അങ്ങനെ എനിക്കൊന്ന് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് തരാമോ, അല്ലെങ്കിൽ ഈ ഇന്ന ഡിസ്ക്രിപ്ഷനിലുള്ള സാധനമാണ് എനിക്ക് വേണ്ടതെന്ന് ഒക്കെ ബയർ സെല്ലറിനോട് നേരത്തെ പറയുകയാണെങ്കിൽ, അങ്ങനെ സെല്ലറിന്റെ സ്കില്ലിലും ജഡ്ജ്മെന്റിലും റിലേ ചെയ്യുന്നുണ്ടെങ്കിൽ there is an implied condition that goods shall be reasonable. അങ്ങനെ സെല്ലർ തരുന്ന സാധനങ്ങൾ സ്യൂട്ട് ആവും എന്നുള്ളൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ സെല്ലറിനെ നമുക്ക് റീസണബിൾ ഇത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനത്തെ കേസുകളിൽ സെല്ലറിനെ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റും. ഇനി where the goods are bought by description from a seller who deals in goods of that goods. അപ്പൊ ആ ഡിസ്ക്രിപ്ഷനിലുള്ള ഗുഡ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഡെറാഡൂൺ റൈസ്, കാശ്മീരി രാജ്മ, അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ആ സെല്ലർ യൂഷ്വലി ഡിസ്ക്രിപ്ഷനിലുള്ള ഗുഡ്സ് മാത്രമേ സെല് ചെയ്യാറുണ്ടെങ്കിൽ there is an implied condition that goods shall be of merchantable quality. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റുഡ് ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലുള്ള ഗുഡ്സ് തന്നെയാണ് ഈ സെല്ലർ സെല് ചെയ്യുന്നതെന്ന് ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ഉണ്ട്. ഇനി ബയർ ഇനി എക്സാമിൻ ചെയ്ത് ഓൾറെഡി എക്സാമിൻ ചെയ്യാൻ ഒരു അവസരം ബയറിന് കിട്ടിയിട്ടുണ്ട്. ബയർ അത് എക്സാമിൻ ചെയ്ത് അത് കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ സെല്ലറിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അല്ലാത്ത പക്ഷം there is an implied condition that സെല്ലർ സെല് ചെയ്യുന്ന ഗുഡ്സ് ആ ഡിസ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യുന്ന ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ഉണ്ട്. പക്ഷെ ബയർ ഓൾറെഡി എക്സാമിൻ ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സെല്ലറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം in order to apply the implied condition as to mercantability, the following requirements are goods of description. The buyer must not have opportunity to examine the goods, or if you have examined also there would not be reasonable examination കണ്ടുപിടിക്കാൻ പറ്റാത്ത. ഇപ്പൊ നമ്മള് മുളക് പൊടിയൊക്കെ ഒരു എക്സാമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കറക്റ്റ് അതിനൊക്കെ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ റീസണബിൾ എക്സാമിനേഷൻ കൊണ്ടത് മനസ്സിലാവത്തില്ലല്ലോ അതിന്റെ ക്വാളിറ്റി. അപ്പൊ അങ്ങനത്തെയൊക്കെ കേസുകളിലോ, അല്ലെങ്കിൽ ബയറിന് എക്സാമിൻ ചെയ്യാൻ തന്നെ സാഹചര്യം കിട്ടിയിട്ടില്ല, എക്സാമിൻ ചെയ്ത പക്ഷം അത് റീസണബിൾ എക്സാമിനേഷൻ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ല, അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫിറ്റ്നസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ എല്ലാ ഗുഡ്സിൽ മാത്രമാണ് ഡീൽ ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. ഗുഡ്സ് ആ ഡിസ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യും, ആ പേർപ്പസ് മീറ്റ് ചെയ്യും എന്നുള്ളത് അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ റൂൾ ഓഫ് കവേറ്റ് എംപ്റ്റർ അപ്ലൈ ആവില്ല. അതായത് ബയർ ബിവെയർ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ ഡിസ്ക്രിപ്ഷനെ ബയർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ കേസിലാണെങ്കിൽ സ്കിൽ ഓർ ജഡ്ജ്മെന്റ് ഓഫ് ദ സെല്ലറിനെ ബയർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ബയറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു നോക്കിയെടുക്കേണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല. സെല്ലർ അവിടെ റെസ്പോൺസിബിൾ ആണ്. ഇനിയും implied warranty or condition as to quality or fitness for a purpose, particular purpose may be annexed by usage of trade. അതായത് ഇപ്പൊ അവിടെ
ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് അത് ഹോട്ട് വാട്ടർ യൂസ് പർപ്പസ് ആണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. The purpose for which it is purchased is implied in the thing itself. In such case, the buyer need not tell the seller the purpose for which. അപ്പം എനിക്ക് ഹോട്ട് വാട്ടർ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോട്ട് വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നതിന്റെ അങ്ങനെ അങ്ങനെ സെല്ലറിനെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഉണ്ട്. ഹോട്ട് വാട്ടർ ബോട്ടിൽ, ഹോട്ട് വെള്ളം, അതിന്റെ ചൂട്, അങ്ങനെ എന്തെങ്കിലും റിട്ടേൺ ചെയ്തില്ലെങ്കിൽ സെല്ലറിനെ നമുക്ക് റെസ്പോൺസിബിൾ ആവാം. അല്ലാത്ത കേസുകളിൽ സെല്ലറിനെ റെസ്പോൺസിബിൾ ആവാൻ പറ്റത്തില്ല, അത് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഒരു യൂസേജ് ഓഫ് ട്രേഡ് വഴി അത് അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ നമുക്ക് സെല്ലറിനെ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കേസുകളിലാണ് റൂൾ ഓഫ് കവിറ്റർ എന്നുള്ള എക്സെപ്ഷൻസ്. നോർമലി ബയർ ആണ് ബിവെയർ ആവേണ്ടത്. ബയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് തനിക്ക് വേണ്ട എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അത് സക്സസ്ഫുൾ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ബയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പർപ്പസ് മീറ്റ് ചെയ്തെങ്കിലും ബയറിന് സെല്ലറിനെ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ കേസുകളിൽ സ്കിൽ ഓർ ജഡ്ജ്മെന്റ് സെല്ലറിന്റെ സ്കിൽ ഓർ ജഡ്ജ്മെന്റ് നമ്മൾ ബയർ റിലേ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സെല്ലർ ആ ഗുഡ്സ് മാത്രം ഡീൽ ചെയ്യുന്നതാണെങ്കിലോ, ഇനി ഇവിടെ ബോട്ടിലിന്റെ കാര്യം പറഞ്ഞു, ഇംപ്ലൈഡ് വാറന്റി ഒരു കണ്ടീഷൻ ഓൾറെഡി അവിടെ ഉണ്ടെങ്കിലോ എന്ത് ചെയ്യാം, നമുക്ക് സെല്ലറിനെ റെസ്പോൺസിബിൾ ആക്കാം. പിന്നെ എന്തെങ്കിലും പർപ്പസ് മീറ്റ് ചെയ്തില്ലെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് സെല്ലറിനെ ഇനി സെയിൽ ബൈ സാമ്പിളിലുള്ള ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സാമ്പിൾ തന്നിട്ടാണെങ്കിൽ അവിടെ ഒരു അണ്ടർസ്റ്റുഡ്, അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. ആ എൻറ്റയർ ബൾബ് ആ സാമ്പിളിനെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത്. ഇംപ്ലൈഡ് കണ്ടീഷൻ ബൾബ് ഷാൾ കറസ്പോണ്ട് വിത്ത് ദ സാമ്പിൾ ഇൻ ക്വാളിറ്റി. The buyer shall have reasonable opportunity of comparing the bulk with the sample, that the goods shall be free from any defect to the entering unmerchantable. ഇപ്പൊ സെയിൽ ബൈ സാമ്പിളിൽ അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്, അവിടെ അണ്ടർസ്റ്റുഡ് ആണ് ആ എൻറ്റയർ ബൾക്ക്. അപ്പൊ നമുക്ക് സാമ്പിളിന്റെ എൻറ്റയർ സ്റ്റോക്കും അല്ലെങ്കിൽ എൻറ്റയർ ബൾക്കും നമുക്ക് സെൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് ഈ സാമ്പിൾ മൊത്തം, ഈ ബൾക്ക് മുഴുവൻ സാമ്പിളിലായിട്ടുള്ള അതിന്റെ അതേ ക്വാളിറ്റി മീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതാണ് ഇംപ്ലൈഡ് കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു സെയിൽ ബൈ സാമ്പിൾ. In the case of edible sale provisions, in addition to implied condition as to mercantilability, there is another implied condition that goods shall be wholesome. അത് ഹെൽത്തി ആണ്, അത് പോയിസണസ് അല്ല, അതിന് ടോക്സിക് എഫക്റ്റ് ഇല്ല, അതല്ലെങ്കിൽ അത് ഫിറ്റ് ആണെന്നുള്ളൊരു ഇംപ്ലൈഡ്. ഫുഡ് ആണെങ്കിൽ, ഫുഡിന്റെ കേസുകളാണെങ്കിൽ അങ്ങനെയും കൂടെ ഒരു അസംഷൻ, അത് ആ ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹോൾസം ആണെന്നുള്ളൊരു ഇംപ്ലൈഡ് കണ്ടീഷനും കൂടെ അവിടെ. ഇതൊക്കെ ഇംപ്ലൈഡ് കണ്ടീഷൻ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആർ ഓഫ് ഫോളോയിങ് ടൈപ്സ്. ടൈറ്റിൽ ഉണ്ടെന്നുള്ളത് ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ. സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആ ഡിസ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യുന്നുള്ളത് ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ആണ്. ക്വാളിറ്റി, ഫിറ്റ്നസ് അതൊക്കെ നോക്കിയെടുക്കേണ്ടത് യൂഷ്വലി ബയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള കേസുകൾ നമുക്ക് സെല്ലറിനെ റെസ്പോൺസിബിൾ ആക്കാം. അതും അപ്പൊ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ആണ്, അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽ ബൈ സാമ്പിളിൽ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ആണ്, എൻറ്റയർ ബൾക്കും ആ സാമ്പിളിന്റെ ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നുണ്ട്, ആ സാമ്പിളുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആണെന്നുള്ളൊരു അസംഷൻ ഉണ്ട്, ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. ഇനി എഡിബിൾ ഫുഡ്, എഡിബിൾ ആയിട്ടുള്ള ഐറ്റം ഒക്കെ ആണെങ്കിൽ ഹെൽത്തി ആണെന്നുള്ള കണ്ടീഷൻ. അതൊക്കെയാണ് ഇംപ്ലൈഡ് കണ്ടീഷൻസിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി ഇംപ്ലൈഡ് വാറന്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇംപ്ലൈഡ് വാറന്റി ഫസ്റ്റ് വരുന്ന വാറന്റി ആസ് ടു ക്വയറ്റ് പൊസിഷൻ. അതായത് ഇഫ് ദ ബയർ ബൈ എനി വേസ് ഡിസ്റ്റർബ് ഫ്രം എൻജോയിങ് ദ ക്വയറ്റ് പൊസിഷൻ ഓഫ് സെല്ലേഴ്സ് ഡിഫക്റ്റീവ് ടയർ, ദ ബയർ ക്യാൻ ക്ലെയിം ഡാമേജസ്. ഇവിടെ നമ്മളൊരു സാധനം വാങ്ങുമ്പോഴത്തേക്ക് നമുക്കത് അനുഭവിക്കാൻ പറ്റും എന്നുള്ളത് അവിടെ ഓൾറെഡി ഒരു വാറന്റി ഉള്ളത്. അതിന്റെ മെയിൻ കണ്ടീഷൻ അല്ലെങ്കിലും അതൊരു വാറന്റി ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഇംപ്ലൈഡ് വാറന്റിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, എനിക്ക് ഇതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അവിടെ ഒരു ഇംപ്ലൈഡ് വാറന്റി തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സെല്ലറിന് ഡിഫക്റ്റീവ് ആയിട്ടുള്ള കാരണം ബയറിന് എന്തെങ്കിലും പ്രശ്നം, വാറന്റി ബ്രീച്ച് ഓഫ് വാറന്റി നടത്തുന്നുണ്ടല്ലോ, അപ്പൊ സെല്ലറിനെ നമുക്ക് ഡാമേജസിന് വേണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും, സ്യൂ ചെയ്യാൻ പറ്റും. ഇനി വാറന്റി ഓഫ് ഫ്രീ ഫ്രം എൻകംബറൻസസ്, അതായത് വേറെ ആർക്കും ആ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഇല്ലെന്നുള്ളത് അവിടെ ഒരു ഇംപ്ലൈഡ് വാറന്റി ആണ്. ഗുഡ്സ് ഇറ്റ്സ് പ്രിസ്യൂംഡ് ദാറ്റ് ഗുഡ്സ് ആർ ഫ്രീ ഫ്രം തേർഡ് പാർട്ടി ചാർജസ്. വേറെ ഒരു പാർട്ടിക്കും അതിനകത്ത് വേറെ റൈറ്റ് ഇല്ല എന്നുള്ളത് അവിടെ ഉള്ള ഒരു ഇംപ്ലൈഡ് വാറന്റി ആണ്, വേറെ എൻകംബറൻസസ് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു ഇതും കൂടെ അസ്യൂം ചെയ്യുന്നുണ്ട് നമ്മൾ. അവിടെ വാറന്റി അവിടെ അതും ഒരു ഇംപ്ലൈഡ് വാറന്റി ആണ്.
ഇനി വാറണ്ടി ആസ് ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രേഡ്, ഫിറ്റ് ആണെന്നും ക്വാളിറ്റി ആണെന്നുള്ള ഒരു ഇംപ്ലൈഡ് വാറണ്ടി ഉണ്ട്. ഇനി വാറണ്ടി ആസ് ടു ഡിസ്ക്ലോസ് ഡേഞ്ചറസ് നേച്ചർ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം വരാനുള്ള ചാൻസ് ഉള്ള സാധനം ആണെങ്കിൽ, ഈ മറ്റേ എന്തെങ്കിലും കെമിക്കൽ അങ്ങനെ എന്തെങ്കിലും എഫക്ട് എന്തെങ്കിലും ചേഞ്ച് വരാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ളത് ഡേഞ്ചർ, അതർവൈസ് he will be liable to damages. അപ്പൊ അവിടെ ഒരു ഇംപ്ലൈഡ് വാറന്റി ഉണ്ട്. ഇനി അതിനകത്ത് അവിടെ ബ്രീച്ച് ഓഫ് വാറന്റി നടന്നു കഴിഞ്ഞാൽ സെല്ലറിനെ സ്യൂ ചെയ്യാം എന്നുള്ളതാണ് ഫോർ ഡാമേജസ്. ഇതൊക്കെയാണ് ഇംപ്ലൈഡ് കണ്ടീഷൻസ്, ഇംപ്ലൈഡ് വാറന്റീസും ഒക്കെ നോക്കി വെക്കണം. In doctrine of covenant നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നാൽ let the buyer beware എന്നുള്ളത്. അപ്പോൾ buyer has to satisfy himself the goods which he is purchasing are of quality he requires. If the buyer of goods for a particular buyer buys goods for a particular purpose, he must satisfy himself that they are fit for that purpose. ആ purpose meet ചെയ്യുന്നുള്ളത്, ആ ഫിറ്റ് എന്താണോ ആളുടെ പർപ്പസ് അത് മീറ്റ് ചെയ്യുന്നുള്ളത് ബയർ ഉറപ്പ് വരുത്തണം. He must satisfy himself. ഇനി എക്സെപ്ഷൻസ് ടു റൂൾ ഓഫ് കവൈറ്റം നമ്മൾ മേളിൽ നോക്കിയായിരുന്നു. സെല്ലർ ഫോൾസ് റെപ്രസെന്റേഷൻ ആണ്, സെല്ലർ ഫോൾസ് റെപ്രസെന്റേഷൻ ആണ് ആൻഡ് ബയർ റിലേസ് ഓൺ ഇറ്റ്. അപ്പൊ നമ്മള് സെല്ലറിന്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ ഫോൾസ് റെപ്രസെന്റേഷൻ, കൺസീൽമെന്റ്, അങ്ങനെ ഫ്രോഡ് എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെയാണ് ഈ സെല്ലർ ബയറിനെ വിൽക്കുന്നതെങ്കിൽ ആദ്യം ബിവെയർ ചെയ്യണം എന്ന് പറയുന്നതിനകത്ത് ലോജിക് ഇല്ലല്ലോ. സെല്ലർ ഫോൾസ് സെല്ലർ മിസ്റെപ്രസെന്റേഷൻ വഴിയാണ് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ബയറിന് അവിടെ റൂൾ ഓഫ് കവൈറ്റംറ്റർ അവിടെ വർക്ക് ആവില്ല. അപ്പൊ സെല്ലറിനെ ആയിരിക്കും റെസ്പോൺസിബിൾ. ഇനി സെല്ലർ ആക്റ്റീവ്ലി കൺസീൽസ് ദ ഡിഫക്റ്റ് ഇൻ ഗുഡ്സ് വിച്ച് ഈസ് നോട്ട് വിസിബിൾ ഓൺ റീസണബിൾ എക്സാമിനേഷൻ. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം സെല്ലർ ഇവിടെ കള്ളനായിരുന്നു. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ ആണെങ്കിൽ സെല്ലർ തന്നെയായിരിക്കും റെസ്പോൺസിബിൾ. when the buyer relies on skill and judgment of the seller, നമ്മൾ മേളിൽ പറഞ്ഞ പോലെ തന്നെ അപ്പം സെല്ലറിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇന്ന സാധനത്തിന് ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് എനിക്കിത് വേണ്ടത്. അങ്ങനെ സെല്ലറിന്റെ സ്കില്ലിലെ ജഡ്ജ്മെന്റ് നമ്മൾ റിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സെല്ലർ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്, ഇതൊക്കെ നമ്മുടെ പർപ്പസിന് സ്യൂട്ട് ആവുന്നുള്ളത്. അല്ലാത്ത പക്ഷം നമുക്ക് സെല്ലറിനെ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റും. And the goods are bought by description. Who deals in goods of that description. ആ ഡിസ്ക്രിപ്ഷൻ ഇനി ആ ഗുഡ്സ് ഡിസ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയാൻ പറ്റത്തില്ല, സെല്ലർ തന്നെയായിരിക്കും അവിടെ റെസ്പോൺസിബിൾ. ഇനി എപ്പോഴാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കാന്നുള്ളത്, അതായത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഇൻവോൾവ്സ് പേയ്മെന്റും ഡെലിവറി നടന്നു. ഡെലിവറി ബയേഴ്സ് റൈറ്റ് ടു എക്സാമിനിങ് ഗുഡ്. അപ്പം ഉറപ്പ് വരുത്തി നമുക്കൊരു സാധനം ഡെലിവർ ആയി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആണെന്നുള്ളത് ഡെലിവർ ചെയ്തു. പിന്നെ അക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്, ബയേഴ്സ് ലയബിലിറ്റി, അതായത് പേയ്മെന്റ് ഒക്കെ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതും ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് ഓഫ് സെയിൽ പെർഫോം ആയി കഴിഞ്ഞു എന്നുള്ളത്. ഇനി പേയ്മെന്റ് ആൻഡ് ഡെലിവറി ആർ കണ്ടീഷൻസ് എന്ന് പറയാനുള്ള കാരണം എന്താ? സെല്ലർ ഷാൽ ബി റെഡി. ഇനി otherwise seller shall be ready and willing to give the possession of goods and buyer in exchange for a price, and buyer shall be ready and willing to pay the price. സെല്ലർ പൊസിഷൻ കൊടുക്കാനും ബയർ ആ പ്രൈസ് കൊടുക്കാനും തയ്യാറാവുന്ന സമയം, അതുകൊണ്ടാണ് പേയ്മെന്റ് ഡെലിവറി കൺകറന്റ് കണ്ടീഷൻസ് എന്ന് പറയാൻ കാരണം. സെല്ലർ റെഡി ആൻഡ് വില്ലിംഗ് ടു ഗിവ് ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് ടു ദ ബയർ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ പ്രൈസ്, ആൻഡ് ദ ബയർ ഷാൽ ബി റെഡി ആൻഡ് വില്ലിംഗ് ടു പേ ദ പ്രൈസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പൊസിഷൻ ഓഫ് ഗുഡ്സ്. ആൻഡ് ദാറ്റ്സ് വൈ പേയ്മെന്റ് ആൻഡ് ഡെലിവറി ആർ കൺകറന്റ് കണ്ടീഷൻസ് എന്ന് പറയാൻ കാരണം. ഡെലിവറി ഒക്കെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് വെൻഡറിന് എന്തൊക്കെ റൈറ്റ്സ് ആണ് ഉള്ളതെന്നുള്ളത്. അപ്പം അൺപെയ്ഡ് വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? വെൻ ഓൾ ഓഫ് ദ പ്രൈസ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേർഡ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബയർ, പക്ഷെ ആ ചെക്ക് ബൗൺസ് ആയി, ആ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയി. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് അൺപെയ്ഡ് വെൻഡർ എന്ന് പറയുന്നത്. ഇനി അൺപെയ്ഡ് വെൻഡറിന് ആ ഗുഡ്സിൽ എന്തൊക്കെ റൈറ്റ് ഉണ്ടെന്നുള്ളത്, റൈറ്റ് ടു ലീൻ ഉണ്ട്, അല്ലെങ്കിൽ റിട്ടൻഷൻ, ആ ഗുഡ്സ് തടഞ്ഞു വെക്കാം, ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാം, ഡെലിവറി ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറേജ് ആൻഡ് ട്രാൻസിറ്റ് നടത്താം, ട്രാൻസിറ്റ് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ടു റീസെയിൽ ചെയ്യാം, റൈറ്റ് ടു വിത്ത് ഹോൾഡ് ഡെലിവറി. അപ്പൊ ഇങ്ങനത്തെ ഈ 4 കാര്യങ്ങളാണ് അൺപെയ്ഡ് സെല്ലറിന് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ റൈറ്റ് ടു ലീൻ, അല്ലെങ്കിൽ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, അതും അല്ലെങ്കിൽ റീസെൽ ചെയ്യാം, അതും അല്ലെങ്കിൽ ഡെലിവറി വിത്ത് ഹോൾഡ് ചെയ്യാം. റൈറ്റ് ടു ലീൻ എപ്പോഴേക്കാ?
റൈറ്റ് ടു ലീൻ എപ്പോഴൊക്കെയാണ് എക്സസൈസ് ചെയ്യാൻ പറ്റുക? ഒരു മിനിറ്റ്. റൈറ്റ് ടു ലീൻ എപ്പോഴൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് വിത്തൗട്ട് എനി സ്റ്റിപ്പുലേഷൻ ആസ് ടു ക്രെഡിറ്റ്. നമ്മൾ കടം അങ്ങനെ ക്രെഡിറ്റ് പീരീഡ് അങ്ങനൊന്നും വന്നിട്ടില്ല. അന്നേരം തന്നെ ക്യാഷ് സെയിൽസ് തന്നെ ആയിരുന്നു, അന്നേരം തന്നെ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ സെല്ലറിന് റൈറ്റ് ടു ലീൻ എക്സസൈസ് ചെയ്യാം. ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാതെ അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ് ബട്ട് ദ ടേം ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ആയിരുന്നു ടേം ഓഫ് ക്രെഡിറ്റ്. കൊടുത്തിട്ടുള്ള സമയത്തിനുള്ളിൽ ബയർ ക്യാഷ് തന്നില്ല, അല്ലെങ്കിൽ ബയർ ഇൻസോൾവെന്റ് ആയി. അപ്പൊ ഇങ്ങനത്തെ 3 കേസുകളിലും സെല്ലറിന് എന്ത് ചെയ്യാം? ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ബയറിന് ഡെലിവറി അല്ലെങ്കിൽ ആ പൊസിഷൻ കൊടുക്കാതിരിക്കാൻ പറ്റും. എന്നിട്ട് റൈറ്റ് ടു ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പേജ് ട്രാൻസിറ്റ്. ഓൾറെഡി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഡെലിവറി ബയറിന്റെ അടുത്തേക്ക് പറ്റിട്ടുണ്ട്, പക്ഷെ അത് എപ്പോഴൊക്കെ ട്രാൻസ്പോർട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? എന്നിട്ട് ബയർ ബിക്കംസ് ഇൻസോൾവെന്റ്, ഗുഡ്സ് ആർ ട്രാൻസിറ്റ്. ബയർ ഇൻസോൾവെന്റ് ആയി ആ സമയത്താണ് മനസ്സിലാവുന്നത് ബയർ ഇൻസോൾവെന്റ് ആയി, ഇനിയും പേയ്മെന്റ് ഒന്നും തരാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസുകളിലാണെങ്കിൽ ആ പേയ്മെന്റ് കിട്ടുന്നിടം വരെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനിയും റൈറ്റ് ഓഫ് റീസെയിൽ അൺപെയ്ഡിന് എപ്പോഴാണ് റീസെയിൽ ചെയ്യാൻ പറ്റുന്നത്? ഗുഡ്സ് പെരിഷബിൾ ആണ്, അതായത് അൺപെയ്ഡ് ഓൾറെഡി പേയ്മെന്റ് തന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ഗുഡ്സ് പെരിഷബിളും ആണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഗുഡ്സ് നശിച്ചു പോകുന്ന ഗുഡ്സ് ആണ്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പോലത്തെ അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ സെല്ലറിന് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ബയർ പേയ്മെന്റ് തരുന്നില്ല, ഗുഡ്സ് പെരിഷബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ റീസെൽ ചെയ്യാൻ പറ്റും. റൈറ്റ് ഈസ് എക്സ്പ്രസ്ലി റിസർവ്ഡ് ഇൻ കോൺട്രാക്ട്. അപ്പൊ ഓൾറെഡി ആ കോൺട്രാക്ട് ഓഫ് സെയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സമയത്തിനുള്ളിൽ പേയ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇത് റീസെല് ചെയ്യുന്ന ആദ്യമേ ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റിലുണ്ടായിരുന്നു. റൈറ്റ് ഓഫ് where exercise of right of lien or stoppage in transit, the seller is notice to buyer of his intention to resell and the buyer does not pay or tender the price with reasonable time. Where right of lien payment തരാത്തത് കൊണ്ട് തന്നെ റൈറ്റ് ഓഫ് ലീനും സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ബയർ എക്സസൈസ് ചെയ്തു, സെല്ലർ എക്സസൈസ് ചെയ്തിട്ട് ബയറിന് നോട്ടീസ് കൊടുക്കുകയാണ്, പേയ്മെന്റ് ഇത്ര സമയത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ ഞാനിത് റീസെല് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കേസുകളിലും റീസെല് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഗുഡ്സ് പെരിഷബിൾ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റ് ഓഫ് റീസെയിൽ ഓൾറെഡി അവരുടെ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലീൻ അല്ലെങ്കിൽ സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റ്. ഒരു മിനിറ്റ്, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു സെക്കൻഡ്. അതിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് പോർഷൻസേ വരുന്നുണ്ടോ, ഓപ്ഷൻ സെയിലും അതുപോലെ തന്നെ ഒരു റൈറ്റും കൂടെ വരുന്നുള്ളൂ. അത് നിങ്ങൾ പറയട്ടെ, സ്ക്രീൻ ഷെയർ ചെയ്യാതെ തന്നെ ചെറുതായിട്ട് ഒന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നാളെ അതൊന്നുകൂടെ പറയാം. ഞാൻ ചെയ്യട്ടെ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ.
ജസ്റ്റ് ഒന്ന് പറയാം. ഇനി ഓപ്ഷൻ സെയിലും കൂടെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇനി അത് ഓക്കെ അല്ലെങ്കിൽ നാളെ ഒന്നുകൂടെ പറയാം. ഇനി റൈറ്റ് ടു വിത്ത് ഡെലിവറി, അത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. റൈറ്റ് ടു റീസെയിൽ പോലെ തന്നെ ഡെലിവറി വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ സെല്ലറിന് പേയ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ. അപ്പൊ അതൊക്കെയാണ് അൺപെയ്ഡ് സെല്ലറിന് ചെയ്യാൻ പറ്റുന്നത്. ഇനി അൺപെയ്ഡ് സെല്ലറിന് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയൊക്കെയാണ് സ്യൂ ചെയ്യാൻ പറ്റുന്നത്? പ്രൈസിന് വേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റൻസ്, ഇനിയും എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ, ഇനി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് ഈ ബയർ പറയാണ് പ്രൊഡക്റ്റ് വേണ്ടെന്ന്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഡാമേജസ് എൻകറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ പ്രൈസിന് വേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും, ഡാമേജസിന് വേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും. ഇനി സ്യൂഡ് ഫോർ റെപ്യൂട്ടേഷൻ, ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂ ചെയ്യാൻ പറ്റും. സ്യൂ ഫോർ ഇൻട്രസ്റ്റ്, എന്തെങ്കിലും ഇനി നമ്മുടെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് അക്രൂ ആയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും. ഇനി പേയ്മെന്റ് തന്നിട്ടില്ല, ആ പേയ്മെന്റ് കുറെ നാൾ സമയം എടുക്കുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് സ്യൂ ചെയ്യാൻ പറ്റും. പ്രൈസ്, ഡാമേജസ്, ഇനി കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനി ഇൻട്രസ്റ്റ് എന്തെങ്കിലും അക്രൂ ആയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ സ്യൂ ചെയ്യാൻ പറ്റും. ബയറിന്റെ റെമഡീസ് എന്തൊക്കെയാണ്? ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, സ്യൂ ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി ചെയ്യാത്തത് കൊണ്ടുള്ള ഡാമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി. ഇനി ഗുഡ്സ് ഡെലിവർ ആയി ചെയ്തിട്ടില്ലെങ്കിൽ സ്യൂഡ് ഫോർ പ്രൈസ്, അപ്പം പിന്നെ എന്തായാലും സാധനം കിട്ടിയില്ല, എന്നാ പിന്നെ എന്റെ കാശ് തിരിച്ചതാ, ആ ഒരു ലൈൻ. അപ്പൊ സ്യൂഡ് ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി, സ്യൂഡ് ഫോർ പ്രൈസ്, പിന്നെ സ്യൂഡ് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. അപ്പൊ ഗുഡ്സ് എന്തെങ്കിലും അസർട്ടൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡ്സ് ആയിരുന്നെങ്കിൽ, എന്നിട്ട് സ്പെസിഫിക് പെർഫോമൻസ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഗുഡ്സ് കറക്റ്റ് ആയിട്ട് ആ പർപ്പസ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പൊ റെയർ പെയിന്റിങ്ങോ അല്ലെങ്കിൽ ജുവലറി അങ്ങനെ കറക്റ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യേണ്ട സാധനമാണ്, പക്ഷെ അങ്ങനെയല്ല കിട്ടിയത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും. ഇനി സ്യൂ ഫോർ ബ്രീച്ച് ഓഫ് വാറന്റി, ഇനി വാറന്റിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ബ്രീച്ച് ഓഫ് വാറന്റി നടന്നിട്ടില്ലെങ്കിൽ, അല്ല ബ്രീച്ച് ഓഫ് വാറന്റി നടന്നാൽ അവിടെ ഡാമേജസിന് വേണ്ടിയിട്ട് സ്യൂ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒന്നെങ്കിൽ എക്സ്റ്റൻഷൻ ഓർ ഡിമിനുവേഷൻ ഇൻ പ്രൈസ് പേയബിൾ, ആ പ്രൈസ് കുറച്ച് തരണം, ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയല്ലോ, അതുകൊണ്ട് തന്നെ പ്രൈസ് ഒന്നെങ്കിൽ എന്തായാലും കോൺട്രാക്ട് ബ്രീച്ച് ഓഫ് വാറന്റി ആണെങ്കിൽ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താ ഡാമേജസിന് വേണ്ടിയേ സ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രൈസ് പേയബിൾ ആണ്, ഈ പ്രൈസ് പേയ്മെന്റ് പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ പേയ്മെന്റ് കുറച്ച് തരണം, അല്ലെങ്കിൽ പേയ്മെന്റ് തരത്തില്ല, അങ്ങനത്തെ ഒരു ലൈനിൽ അവർക്ക് എത്താം. അല്ലെങ്കിൽ സ്യൂ ദ സെല്ലർ ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് വാറന്റി. അപ്പൊ അങ്ങനെ ബ്രീച്ച് ഓഫ് വാറന്റിക്ക് വേണ്ടി, ബ്രീച്ച് ഓഫ് വാറന്റി നടന്നു കഴിഞ്ഞാൽ ഡാമേജസിന് വേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും. ഇനി സ്യൂ ഫോർ ഇൻട്രസ്റ്റ്, ബയറിനും ഉണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിന് വേണ്ടി സ്യൂ ചെയ്യാം എന്നുള്ളത്. അപ്പം ഏത് റേറ്റ് ആണോ അതിന് ഫിറ്റ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് സ്യൂ ഫോർ ഇൻട്രസ്റ്റ്. അപ്പൊ സ്യൂ ഫോർ ഇൻട്രസ്റ്റ് രണ്ടു പേർക്കുള്ള റൈറ്റ്, സ്യൂ ഫോർ പ്രൈസ്, സ്യൂ ഫോർ ഡാമേജസ്, സ്യൂ ഫോർ ഇൻട്രസ്റ്റ്, ഇതൊക്കെ രണ്ടു പേർക്കുള്ള റൈറ്റ് ആണ്. ആരുടെ ഭാഗത്താണോ പ്രശ്നമുള്ളത് അപ്പൊ ആളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സെയിൽ. ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഗുഡ്സ് ബിഡിങ് നടത്തുന്നു. അപ്പൊ സെയിൽ ഇസ് കംപ്ലീറ്റ് വെൻ ദ ഓപ്ഷണർ അനൗൺസസ് ഇറ്റ്സ് കംപ്ലീഷൻ ബൈ ഫോൾ ഓഫ് ഹാമർ ഓൺ ദ കസ്റ്റമറി മാനർ. അപ്പൊ എങ്ങനെയാണ് ഈ ഓപ്ഷൻ സെയിൽ ആയതുകൊണ്ട് തന്നെ അതിനൊരു ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ അത് കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത് വെൻ ഫോൾ ഓഫ് ഹാമർ ഓർ ഇൻ ദ കസ്റ്റമറി മാനർ. പിന്നെ എങ്ങനെയാണോ അത്, അല്ലെങ്കിൽ ആ ഓപ്ഷൻ സെയിൽ യൂഷ്വലി എങ്ങനെയാണോ എൻഡ് ചെയ്തത് അങ്ങനെ എൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഫോൾ ഓഫ് ഹാമർ നടക്കുമ്പോഴാണ് ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഏത് പ്രൈസിനാണോ അത് ബിഡ് ചെയ്തേക്കുന്നത് ആ പ്രൈസ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഇനി when the goods are put up for sale in lots, ഇനി പല പല ലോട്ടാണ്, പല പല ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ then each separate ലോട്ട് ഓരോ കോൺട്രാക്ട് ഓഫ് സെയിൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി സെല്ലർ മേക്സ് യൂസ് ഓഫ് പ്രിറ്റൻഡഡ് ബിഡിങ് ടു റേസ് ദ പ്രൈസ്. ശരിക്കും അവിടെ ബിഡിംഗ് ഒന്നും നടക്കുന്നില്ല, അവിടെ നിന്ന് ഒരു പ്രിറ്റൻഡഡ് ബിഡിങ് കൊണ്ടുവരികയാണ് സെല്ലർ. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രൈസ് റേസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി, ഇതിന് വേറെ ആളുണ്ട് ഇതിനെ എടുക്കാൻ, അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം പ്രിറ്റൻഡഡ് ബിഡിങ് നടക്കുകയാണ് എങ്കിൽ then the sale is voidable at the option of buyer. അപ്പം ബയർ അവിടെ ഒരു അഫക്റ്റഡ് പാർട്ടി അല്ലേ, സഫേർഡ് പാർട്ടി അല്ലേ, കാരണം അതൊരു മിസ്റെപ്രസെന്റേഷൻ ആണല്ലോ. അങ്ങനത്തെ കേസുകളിൽ സെയിൽ ഇസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ബയർ. ഗുഡ്സ് ഓരോ ലോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ലോട്ടും സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്? ഫോൾ ഓഫ് ഹാമർ അല്ലെങ്കിൽ ഏത് കസ്റ്റമറി മാനറിലാണോ അത് എൻഡ് ചെയ്യുന്നത്, യൂഷ്വലി ആ ഒരു സമയത്തായിരിക്കും ആ ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അന്നേരം ബിഡ് ചെയ്യുന്ന പ്രൈസ് എന്താണ് അതിലായിരിക്കും ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇനി സെല്ലർ പ്രിറ്റൻഡഡ് ബിഡിങ് ചെയ്യുകയാണ് in order to raise the price, the sale is voidable at the option of buyer. ഈ മൂന്ന് കാര്യങ്ങളും ഓപ്ഷൻ സെയിലിന്റെ കാര്യത്തിൽ ഓർത്തിരിക്കാം.
അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ എഫക്റ്റ് ഓഫ് ടാക്സ് വന്നിട്ട് ഇനിയും നമ്മൾ ആ കോൺട്രാക്ട് സെയിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് പേയ്മെന്റ് നടക്കുമ്പോഴത്തേക്ക് ആ ടാക്സിന്റെ എമൗണ്ടിൽ ഡിഫറെന്റ്, ആ റേറ്റിൽ മാറ്റം ഉണ്ടെങ്കിൽ, ഇഫ് ഇമ്പോസിഷൻ ഓർ ഇൻക്രീസ് എന്തെങ്കിലും ടാക്സിന്റെ റേറ്റ് കൂടുകയാണെങ്കിൽ, ടാക്സ് കൂടിയിട്ടുണ്ടെങ്കിൽ സെല്ലർ അതും കൂടെ ആ കോൺട്രാക്ട് പ്രൈസിൽ ആഡ് ചെയ്യും. ഇനി ടാക്സ് കുറഞ്ഞിട്ടാണോ ഉള്ളതെങ്കിലോ അത്രയും കൂടെ ബയർ അത്രയും കൂടെ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി കാശ് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യമുള്ള അഗ്രിമെന്റിൽ കയറുമ്പോൾ ഉള്ള ടാക്സ് അല്ല നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള ടാക്സ് എങ്കിൽ ടാക്സ് കൂടുകയാണെങ്കിൽ അത്രയും കൂടെ കൊടുക്കേണ്ടി വരും, കുറയുകയാണെങ്കിൽ ബയർ അത്രയും കൂടെ കുറച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ വന്നിട്ട്. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് കോൺട്രാക്ട് ആക്ടിനേക്കാളും കുറച്ചുകൂടി ചെറുതാണ് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഇതെല്ലാം നോക്കുക. ഇനി പറയാത്ത ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, അതും കൂടെ വായിക്കണം. എല്ലാവർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാമല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ദിവസം ഏതാ, പാർട്ണർഷിപ്പ് ആക്ട് ആണോ LLP ആക്ട് ആണോ, അതും കൂടെ എടുക്കാം. എന്തെങ്കിലും ഇതുണ്ടോ? മീറ്റിംഗ് എൻഡ് ചെയ്യട്ടെ. താങ്ക് യു. നമുക്ക് ഈ റിവിഷൻ സീരീസ് ആയതുകൊണ്ട് ആണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അല്ലാത്ത ഇപ്പൊ റെഗുലർ ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ കേസ് എടുത്തിട്ട് കുറച്ചുകൂടെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യും എല്ലാം, എന്തെങ്കിലും എക്സാമ്പിൾ ഒക്കെ നോക്കിയിട്ട്. പക്ഷെ ഇപ്പൊ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഓരോ 2 മണിക്കൂറിനുള്ള ഓരോ ചാപ്റ്റേഴ്സും തീർക്കണ്ട, അതുകൊണ്ട് ഇത്ര ഓടിപ്പോന്നെ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അതിന്റെ ഷെഡ്യൂൾ ഇട്ടിട്ടില്ല, ചിലപ്പം നോക്കട്ടെ. ചിലപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണോ പാട്? LLPയും പാർട്ണർഷിപ്പ് ആക്ടും എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മീറ്റിംഗ് എൻഡ് ചെയ്യട്ടെ. ഓക്കെ ബൈ. താങ്ക് യു.